മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീ ദണ്ഡീ സർവവേദാന്ത പണ്ഡിത ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. സംപൂജ്യരായ സ്വാമിജിമാർക്കും മാതാജിമാർക്കും ധന്യരായ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. എന്തെന്നില്ലാത്ത ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ളൊരു വേദിയിൽ വന്നിരുന്ന് ഒരു പ്രഭാഷണം നടത്താനുള്ള സന്ദർഭം ലഭ്യമാകുന്നത്. ഈ വേദിയിലിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു പ്രത്യേകമായ അഭ്യർത്ഥന ഭക്തജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാറുണ്ട്. അതിതാണ്, ഇവിടെ ഇരുന്ന് പ്രവചനം നടത്താനുള്ള അർഹതയൊന്നും എനിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ എനിക്ക് മാപ്പ് തരണേ എന്നുള്ള ക്ഷമായാചനയാണത്. അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം വാങ്ങിക്കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ പ്രഭാഷണം നടത്താറുള്ളത്. ഇവിടെ സാന്നിധ്യമില്ല എന്നുണ്ടെങ്കിലും സംപൂജ്യ ഭൂമാനന്ദ സ്വാമികളുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. വാസ്തവത്തിൽ ഭാഗവത തത്വസമീക്ഷയിൽ എന്താണ് ഒരു വിഷയം അവതരിപ്പിക്കേണ്ടത് എന്ന് സംഘാടകർ ചോദിച്ചപ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് സമയം ചോദിച്ചു. കാരണം ഭാഗവതത്തിൽ വളരെയധികം അറിവും പ്രാഗൽഭ്യവുമുള്ളവരാണ് ഇവിടെയുള്ളത്. എനിക്ക് വാസ്തവത്തിൽ അതൊന്നും പറയാനുള്ള കഴിവില്ല. പക്ഷെ എന്നാലും അതിനോടനുബന്ധിച്ച എന്ത് വിഷയവുമാകാം എന്നാണ് സംഘാടകർ പറഞ്ഞത്. ഇന്ന് നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഭാരതത്തിലെ സ്ത്രീകൾക്കൊക്കെ എന്ത് പറ്റി. ഭാരത സംസ്കാരത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളേണ്ടവരായ സ്ത്രീകൾ ഇന്ന് എവിടെ പോയി? ഭാരതം മരിക്കാൻ പോവുകയാണോ എന്ന വിവേകാനന്ദ സ്വാമിയുടെ ആ ആകാംക്ഷയാണ് അദ്ദേഹത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഭാരതം മരിക്കുകയോ, എന്നാൽ ഈ ലോകത്തിൽ നിന്ന് എല്ലാവിധ ആധ്യാത്മിക സൗന്ദര്യവും നശിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇരുട്ടത്തിരിക്കുന്ന ഒരു വിളക്ക് കെട്ടുപോയാൽ എന്താണ് സംഭവിക്കുക? എല്ലാ ദിക്കിലും ഇരുട്ടാവും. ഇരുട്ടായിക്കഴിഞ്ഞാൽ അന്യോന്യം കാണാനോ ഒന്നും അറിയാതെ നമ്മൾ പല വിധത്തിലുള്ള അബദ്ധങ്ങളും അനർത്ഥങ്ങളുമെല്ലാം പ്രവർത്തിച്ചെന്ന് വരും. അതേമാതിരി ഒന്നാണ് സംഭവിക്കാൻ പോകുന്നത്. ആധ്യാത്മിക സൗന്ദര്യം കാത്തു സൂക്ഷിച്ച് സ്വകുടുംബാംഗങ്ങളിൽ കൂടി സമുദായത്തിൽ വാരി വിതറേണ്ടതായിരിക്കുന്ന ഭാരത സ്ത്രീകൾ ഇന്നും പാശ്ചാത്യ ദുർവാസനകൾക്ക് അടിമപ്പെട്ട് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നു, കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അത്യത്ഭുതവും പ്രാചീനവും അതിശാസ്ത്രീയവുമായിരിക്കുന്ന ഭാരതീയ സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീ മൂലം സർവധർമാഃ എന്നാണ് പറയുന്നത്. ധർമ്മത്തെ കാത്തു സൂക്ഷിക്കേണ്ടതായ വലിയ ഒരു ചുമതലയാണ് സ്ത്രീകൾക്കുള്ളത്. കാരണം ഒരു സ്ത്രീ ഭാര്യയാകുന്നു, അമ്മയാകുന്നു.
ആ ഭാര്യ തലം വരയ്ക്കും അവൾ ദ്വൈതഭാവത്തിൽ അധിഷ്ഠിതമാണ്. എൻ്റെ എന്ന് പറയുമ്പോഴും അവളുടെ ഉള്ളിൽ ഞാൻ, ഭർത്താവ്, കുടുംബം, സ്വത്ത്, ഇങ്ങനെയുള്ള ഭേദഭാവനകൾ ഒരുപാട് അവളുടെ ഉള്ളിലുണ്ട്. മാതൃത്വത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി മാതൃത്വം ഒരു വരദാനമായി ലഭിക്കുന്നതോടുകൂടി, അങ്ങനെയാണ് വാസ്തവത്തിൽ പറയേണ്ടത്, അതൊരു വരദാനമാണ് ദേവിയുടെ. ആ വരദാനം ലഭിക്കുന്നതോടുകൂടിയാണ് അവൾ അറിയാതെ തന്നെ അവളുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും അദ്വൈത സത്യത്തിലേക്ക് ഉയരുന്നത്. അനായാസമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് അത്. അതിനവൾ തപസ് ചെയ്യുകയോ തലകീഴായി നിൽക്കുകയോ യോഗാഭ്യാസങ്ങൾ ഒന്നും ആവശ്യമില്ല. നല്ല ഒരു അമ്മയായി ഇരുന്നാൽ മതി. അങ്ങനെയുള്ള നല്ല അമ്മമാരാണ് നമ്മുടെ അവതാര പുരുഷന്മാർക്ക് ജന്മം നൽകിയതും അവരിൽ കൂടി ഭാരതീയ സംസ്കൃതിയെ പരിരക്ഷിച്ചു വന്നതും. അതുകൊണ്ട് ആ അമ്മമാരില്ലാതെയായാൽ മക്കൾക്ക് ഈ അദ്വൈത സത്യത്തിൻ്റെ അതിമനോഹരങ്ങളായ ഭാവവ്യത്യാസങ്ങളെയെല്ലാം പകർന്നു കൊടുക്കുന്നതിന് ആരും പിന്നീടില്ല. അറിവ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, പക്ഷെ അറിവ് കൊണ്ട് തന്നെ ആയില്ലല്ലോ. വിവേകാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് വന്ന് ഒരുപാട് താൻ ഇതുവരെ കരുതിയിരുന്നതാണ് എന്ന് വിചാരിച്ച് ഇരുന്ന അറിവിനെക്കാട്ടിലും വളരെ അധികം അറിവ് സമ്പാദിച്ച് ആ ഏകാത്മഭാവത്തിലേക്ക് ഉയരുകയുണ്ടായി. എന്നിട്ടും ശ്രീരാമകൃഷ്ണദേവന് തൃപ്തിയായില്ല. അദ്ദേഹം കാത്തിരുന്നു. ഈ അറിവിനെ, അതിനെ ഉരുക്കി ഹൃദയത്തിൻ്റെ ഭാഷയാക്കി മാറ്റണം. ഹൃദയത്തിൻ്റെ ഭാഷയാക്കി മാറ്റിയാൽ മാത്രമേ അത് പ്രായോഗിക തലത്തിൽ ഉപകാരപ്രദമാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ളൊരവസരം കാത്തിരിക്കുകയാണ് അദ്ദേഹം. ഭഗവാൻ നമ്മളിൽ കൂടിയെല്ലാം ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ഭഗവാനെ മറക്കുകയാണെങ്കിൽ കൂടി എപ്പോഴാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ അയ്യോ ഗുരുവായൂരപ്പ, വടക്കുന്നാഥ, സ്വാമി ശരണമയ്യപ്പ എന്നൊക്കെ നമ്മൾ വിളിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു അവസരം, ദുഃഖം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു വിശിഷ്ട അവസരമാണ്. നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്ന ഒരു വിശേഷമായിട്ടുള്ള അവസരമാണത്. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഭഗവാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നരേന്ദ്രന്റെ അച്ഛൻ മരിക്കുന്നതും ധനിക കുടുംബം എന്ന സമുദായത്തിൽ ഗർവോടെ നിന്നിരുന്നതായിട്ടുള്ള ആ കുടുംബം പെട്ടെന്ന് ഒരു ദാരിദ്ര്യ രേഖയ്ക്ക് താഴേക്ക് പോകേണ്ടി വന്നതും. ബന്ധുക്കളൊക്കെ കടം വാങ്ങിയതൊന്നും തിരിച്ചു കൊടുക്കാതെയായി. വീടിൻ്റെ ഉള്ളിൽ കയറിയിരുന്നവരാരും ഒഴിഞ്ഞു പോകാതെയായി. വിവേകാനന്ദ സ്വാമിയുടെ 150-ാം ജന്മദിനാഘോഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജനിച്ച വീട് ഒന്ന് ഒഴിപ്പിച്ചെടുക്കാനായിട്ട് ശ്രീരാമകൃഷ്ണ മഠത്തിന് എത്രയോ ലക്ഷം ചെലവഴിക്കേണ്ടി വന്നു. അവിടെ ഇരിക്കുന്നവരാരും പോകാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അവരെയൊക്കെ ഒഴിപ്പിച്ച് ആ വീടെടുത്ത് ഇന്ന് അത് അതിമനോഹരമായിരിക്കുന്ന ഒരിതായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് എത്ര കഷ്ടപ്പെടേണ്ടി വന്നു എന്നോ. അപ്പൊ അങ്ങനെ ആ പ്രക്രിയ നരേന്ദ്രനെ വളരെയധികം തളർത്തി. കേസും കൂട്ടവും ഫയലും വക്കീലുമാരെ കാണലും അതിൻ്റെ ഉള്ളിൽ ദക്ഷിണേശ്വരത്തിൽ പോകുന്നതും ശ്രീരാമകൃഷ്ണദേവനെ അടുത്തിരിക്കുന്നതും സത്സംഗം നടത്തുന്നതും ഒരു നിവൃത്തിയില്ലാതെ കുറേ ദിവസങ്ങൾ പോയി തന്നെയില്ലേ അങ്ങോട്ട്. അപ്പൊ ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കും, ഇവനെപ്പോഴാ വരിക നോക്കട്ടെ. ഓരോരുത്തർ വന്ന് ഓരോ കഥകൾ പറഞ്ഞു തുടങ്ങി. നരേന്ദ്രനെ അവിടെ കണ്ടു, മറ്റോടത്ത് കണ്ടു, അവരിവിടേക്ക് വരുന്നില്ല എന്നുള്ളൂ, ഇതിന്റെ ചുറ്റും മുഴുവൻ കിടന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ പലതും പറഞ്ഞ് ഭഗവാന്റെ മനസ്സിനെ വളരെ ഇതാക്കാനായിട്ട് നോക്കി.
അപ്പൊ ഒക്കെ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം അവനൊന്നും സംഭവിക്കുകയില്ല എന്ന്. അവൻ എൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വിശന്ന വലഞ്ഞ് ക്ഷീണിതഗാത്രനായിട്ട് ഓടിച്ചെല്ലാണ്. എന്നിട്ട് പറയും, എന്നെക്കൊണ്ട് സാധിക്കാതെയായി. എൻ്റെ വീട്ടിലിങ്ങനെ കുടുംബക്കാരൊക്കെ ഭക്ഷണി എടുക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ വന്നിരിക്കും? അതൊന്നും നടക്കില്ല. ഇനി വേഗം എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണം അവിടുന്ന് ഏറ്റെടുക്കാം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ വരാം. ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇവിടെ വരാനൊന്നും പറ്റില്ല, ഞാൻ ജോലി അന്വേഷിച്ച് നടക്കാൻ പോവാണെന്ന്. എന്നിട്ട് പറഞ്ഞു, അങ്ങ് എപ്പോഴും അമ്മ 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 എന്നിങ്ങനെ പറയണില്ലേ, ആ അമ്മോടൊന്ന് പറഞ്ഞൂടെ എൻ്റെ കാര്യങ്ങള്? എനിക്ക് വേണ്ടി ഒരു ശുപാർശ ചെയ്തൂടെ? അത് ശരി, നിനക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും അമ്മയായിരിക്കുന്ന അമ്മയോട് ഞാൻ ശുപാർശ ചെയ്യണമോ? നീ പോയി പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രനെ കാളി സന്നിധിയിലേക്ക് അയക്കുന്നത്. അതിനു മുമ്പ് ഭവതാരിണി ദേവിയുടെ അടുത്ത് പോവാറില്ല, ദേവിയുടെ സ്തോത്രങ്ങൾ ചെല്ലാറില്ല. ദേവിയെ ആരാധിക്കുന്നവരോട് കുറച്ചൊരു പുച്ഛവും പരിഹാസമൊക്കെയാണ്. ഒരു നിവൃത്തിയില്ല. ഭഗവാൻ പോകാൻ പറഞ്ഞില്ലേ, അവിടെ ചെന്നപ്പോൾ ചൊവ്വാഴ്ച സന്ധ്യ രാത്രി 9 മണി. അവിടെ ആ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന വിഗ്രഹം കാണും എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ കണ്ടത് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ മാതിരി രാജരാജേശ്വരി ഭാവത്തിലിരുന്ന് തൻ്റെ അമൃതത്തൊക്കെ കഴിഞ്ഞ് താമ്പൂല ചർവണം ചെയ്തുകൊണ്ട് ഇന്ന് ഇനി ആരാ എൻ്റെ അടുത്തേക്ക് വരാൻ പോകുന്നത് എന്നിങ്ങനെ തൻ്റെ ആ കൺമിഴികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പായിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ജഗദീശ്വരിയെയാണ്. അത് കണ്ടതും നമസ്കരിച്ചു. എന്താ ചോദിക്കുക? എൻ്റെ വീട്ടിലെ ദാരിദ്ര്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വേഗം ചോദിച്ചത് ജ്ഞാന വൈരാഗ്യങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിക്കണം എന്നാണ്. തഥാസ്തു, ദേവിക്ക് സന്തോഷമായി. തൻ്റെ കയ്യിൽ ധാരാളമുള്ള കാര്യമല്ലേ അത്. കൊടുത്താലും തീരാത്തതായിട്ടുള്ളതാണ് ഇത് രണ്ടും. ധാരാളം കൊണ്ടുപോക്കോ എന്നുള്ള മാതിരി കൊടുത്ത് അനുഗ്രഹിച്ചു. ഭഗവാന്റെ അടുത്തെത്തി. എന്താ നീ ചോദിച്ചോ? നിനക്ക് വേണ്ടതൊക്കെ അമ്മോട് ചോദിച്ചു വാങ്ങിച്ചോ? ചോദിച്ചില്ല. ഇനി എന്തേ ചോദിച്ചേ? ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ യാചിച്ചത്. അയ്യയ്യേ, നിനക്കല്ലേ പണം വേണം സ്വത്ത് വേണം എന്നൊക്കെ പറഞ്ഞത്? പോയി ചോദിക്കൂ ആദ്യം. നീ എന്ത് ചോദിച്ചാലും ദേവി തരും എന്ന് പറയാണ്. വീണ്ടും ചെന്നു, അമ്മയെ കണ്ടു. എന്തേ മോനെ, എന്തു വേണം? ജ്ഞാനവൈരാഗ്യം. ഓ, കൊണ്ടുപോക്കോ. തിരിച്ചെത്തി. ഭഗവാൻ ചോദിച്ചു, കിട്ടിയ? ഇത്തവണ നിനക്ക് വേണ്ടതൊക്കെ കിട്ടിയ? ഇല്ല, ഇത്തവണയും ഞാൻ ചോദിച്ചത് ഇത് തന്നെ. അയ്യേ, നീ വലിയ ശക്തിമാനല്ലേ, നിനക്ക് വലിയ ബലമുള്ളൊക്കെ ആളല്ലേ നീ, മനസ്സിനൊക്കെ ബുദ്ധികൂർമ്മതയും. എന്നിട്ട് അമ്മയുടെ അടുത്ത് പോകുമ്പോൾ സ്വയം നിയന്ത്രിച്ചിട്ട് ഈ ഒരു ചെറിയ കാര്യം നിനക്ക് ചോദിക്കാൻ വയ്യേ അമ്മോട്? ഒരു പ്രാവശ്യം കൂടിയും പോയി നോക്കൂ. പോയി അമ്മയെ കണ്ടു. ചോദിച്ചത് ഇത് മാത്രം. തിരിച്ചു വന്നു. ഭഗവാൻ പറഞ്ഞു, കഷ്ടം, നിനക്ക് വേണ്ടതൊന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ പറയാണ്, എനിക്ക് ചോദിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, അവിടുന്ന് ഇങ്ങോട്ടൊരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിരുന്നു തോന്നുന്നുണ്ടല്ലേ. എൻ്റെ വായിൽ നിന്ന് അശുഭമായിട്ടുള്ള യാതൊരു ആഗ്രഹങ്ങളും പുറത്തു വരരുത് എന്ന് അവിടുന്ന് നിശ്ചയിച്ചിരിക്കും. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. എൻ്റെ കാര്യങ്ങൾ തീർത്തു തരേണ്ട ചുമതല അങ്ങയ്ക്കാണ്. അതുകൊണ്ട് അങ്ങ് തന്നെ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ നിന്റെ വീട്ടില് സാധാരണ വളരെ എളിയ ഒരു ജീവിതത്തിനുള്ളതെല്ലാം തന്ന് അമ്മ അനുഗ്രഹിക്കും, നീ അതിനെപ്പറ്റി ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതോടുകൂടി ഇതെന്തിനാ ഈ കഥ പറഞ്ഞതെന്ന് വെച്ചാല്, അദ്വൈതം വലിയ അറിവാണ്. ആ അറിവ് തലയുടെ ഉള്ളിലുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ഹിമവാന്റെ മുകളിൽ ധാരാളം ഐസും കട്ട കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കെന്താ ഇവിടെ സ്ഥിതി? 41 നദികളുള്ള കേരളം വരണ്ട് കുടിക്കാൻ വെള്ളം അന്വേഷിച്ച് നടക്കേണ്ട കാലാണ് ഇനി വരാൻ പോകുന്ന മാസങ്ങള്. ഹിമവാന്റെ കയ്യില് ഹിമക്കട്ട ഉണ്ടായതുകൊണ്ട് നമുക്ക് വല്ല മെച്ചമുണ്ടോ? അതേമാതിരിയാണേ
സന്യാസിമാരുടെ കയ്യിലും ഋഷിവര്യന്മാരുടെ കയ്യിലൊക്കെ അറിവുണ്ട്. അതുകൊണ്ട് സാധാരണ പാമര ജനങ്ങളായ നമുക്കെന്ത് മെച്ചം? ആ അറിവിനെ ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനെ ഉരുക്കാനുള്ളതായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ദുഃഖം. ആ ദുഃഖത്തിൽ കൂടി ആ അറിവ് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും എല്ലാം രൂപഭാവാദികൾ അണിഞ്ഞ് നരേന്ദ്രനിൽ കൂടി പ്രവഹിക്കാൻ തയ്യാറായി എന്ന് ഭഗവാന് മനസ്സിലായി. സന്തോഷമായി. രാത്രി മുഴുവൻ എനിക്ക് ഇതുവരെ ഞാൻ അമ്മയുടെ പാട്ടൊന്നും പാടിയിട്ടില്ല, സ്തോത്രങ്ങളൊന്നും ചൊല്ലിയിട്ടില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്തിരുന്ന് ഗുരുവും ശിഷ്യനും കൂടി രാത്രി മുഴുവനും അമ്മയെ സ്തുതിച്ച് ആരാധിച്ചു. വെളുപ്പാങ്കാലായപ്പോ നരേൻ കിടന്നുറങ്ങുകയാണ്. വരുന്നവരോടൊക്കെ സ്വാമി പറയും, ഇന്നലെ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. എന്താണ് അത്ഭുതം? നരേൻ അമ്മയെ സ്വീകരിച്ചു. നരേൻ അമ്മയെ സ്വീകരിച്ചു. ഇനി എനിക്ക് സന്തോഷമായി. ചണ്ഡദുഃഖ നിമഗ്നമാം ലോകത്തിൻ കണ്ണുനീർ തുടപ്പാനുള്ള വസ്ത്രത്തെ, അതാണ് നരേൻ. വെറുമൊരാളല്ല. ചണ്ഡദുഃഖ നിമഗ്നമായിരിക്കുന്ന ലോകം കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ണീരൊപ്പാനുള്ള ടവലായിട്ടാണ് ഞാൻ അവനെ വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ ആ വസ്ത്രം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടി ഒപ്പിയെടുക്കേണ്ടത് എന്താണ്? മറ്റുള്ളവരുടെ ദുഃഖങ്ങളാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ അറിയാനും ആ ദുഃഖങ്ങളെ പങ്കെടുക്കാനും കഴിയുന്നത് ഒരു മാതൃഹൃദയത്തിന് മാത്രമാണ്. അതുകൊണ്ട് അമ്മയെ എന്നാണ് അവൻ സ്വീകരിക്കുക, അംഗീകരിക്കുക എന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് യാത്രയാകാം. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കൊള്ളും. അമ്മ നരേന്ദ്രനിൽ കൂടി പ്രവഹിച്ചു കൊണ്ടിരിക്കും. ഇനി എനിക്ക് സമാധാനമായിട്ട് എൻ്റെ ലീലകൾ അവസാനിപ്പിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ എന്താ ഈ കഥയുടെ പൊരുൾ എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അറിവ് ഒന്ന് തന്നെ, പക്ഷേ സെർവ് ഗോഡ്, ഇറ്റ്സ് വെരി ഗുഡ്. ഈശ്വരനെ, ജനാർദ്ദന സേവ, അതൊക്കെ നല്ലത്. നാരായണ സേവ, ഈശ്വര സേവ. പക്ഷേ അതിൻ്റെ മറ്റേ ഭാഗമായിട്ട് വളരുന്നുണ്ട്. ജനസേവ, നരസേവ, സെർവ് മാൻ, സെർവ് ഗോഡ്. ആ മനുഷ്യനെ സ്നേഹിക്കുക, മനുഷ്യനെ സേവനം ചെയ്യുക, മനുഷ്യനെ അതിന് അറിവ് മാത്രം ഉണ്ടായാൽ പോരാ. ആ അദ്വൈത ഭാവം മാതൃരൂപത്തില് ഒരു അമ്മയ്ക്ക് മക്കളോടുണ്ടാകുന്ന മാതിരിയുള്ള ആ ഭാവത്തിലേക്ക് ഇറങ്ങി സമുദായത്തിൽ പ്രവർത്തിക്കണം. അതിനുള്ള ആ ശക്തി, അതാണ് അമ്മമാർക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ശ്രീമാത എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ലളിതാ സഹസ്രനാമം തുടങ്ങുന്നത് തന്നെ. അപ്പൊ ഞാൻ ഈ വിഷയം ഇവിടേക്ക് കൊടുത്തതിന് ശേഷം അതിനെപ്പറ്റി തന്നെയായി ധ്യാനം. എപ്പോഴും തലയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതാണ്. എങ്ങനെയാണ് അന്നത്തെ കാലത്തെ സ്ത്രീകള് അവതാര പുരുഷന്മാർക്ക് ജന്മം കൊടുക്കുന്നു, സമുദായത്തിലുള്ള അധർമ്മങ്ങളെ നീക്കി നിർത്തിയപ്പോ അതിഥി ദേവിക്ക് ആ സ്വന്തം മക്കളെല്ലാവരും അസുരന്മാരുടെ ഉപദ്രവം സഹിക്കവയ്യാഞ്ഞിട്ട് അവരെല്ലാം ലോകത്തിൽ അനാഥരായിട്ട് നടക്കുന്നു എന്നുള്ള ആ ദുഃഖം ഉൾക്കൊണ്ടുകൊണ്ടാണ് അമ്മ മഹർഷിയുടെ അടുത്ത് ചോദിക്കുന്നത്, കാണുന്നില്ലേ അവിടുന്ന് നമ്മുടെ മക്കളൊക്കെ അനാഥരായിട്ട് നടക്കുകയാണ്, അവരെ എല്ലാം ഒന്ന് സ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ എന്ന് പറയുകയാണ്. അപ്പൊ പറയും, എനിക്ക് പറ്റില്ല, അത്ര വലിയ അനുഗ്രഹമൊന്നും എനിക്ക് തരാൻ പറ്റില്ല. പ്രാപഞ്ചിക തലത്തിൽ നടക്കുന്നതായിട്ടുള്ള ധർമാധർമ്മങ്ങളെ പരിരക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്ക് സന്യാസിമാർക്കൊന്നല്ല, അതിന് അവിടുന്ന് തന്നെ വിചാരിക്കണം. അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു വ്രതം ഉപദേശിച്ചു തരുന്നു, പയോവ്രതം ഉപദേശിച്ചു തരുന്നു. ആ വ്രതധ്യാനത്തിൽ കൂടി നീ സാക്ഷാൽ മഹാവിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് വാമനാവതാരത്തിന്റെ കഥ. അതേമാതിരിയാണ് നമ്മുടെ എല്ലാ കഥകളും വരുന്നത്. ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും
ഗോമാതാവ് ഭൂമിദേവി ഗോമാതാവിന്റെ രൂപം ധരിച്ചു പോകുന്നു. അപ്പൊ ഈ കഥകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പാടുന്നുണ്ട്, തുള്ളുന്നുണ്ട്, ആടുന്നുണ്ട്. ജീവിതത്തിൽ പകർത്തുക മാത്രം നമ്മൾ ചെയ്യില്ല. എങ്ങനെ ഈ അദ്വൈത സത്യത്തിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം? അവിടെയാണ് ദി ക്രക്സ് ഓഫ് ദി പ്രോബ്ലം. നമ്മുടെ പ്രശ്നത്തിന്റെ വലിയ ആണി ഇരിക്കുന്നത് അവിടെയാണ്. ആ ആണി ഒന്ന് വലിച്ചു ഊരിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ തത്വത്തിനെ ജീവിതധർമ്മമാക്കി മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിലുകളായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. അതിനുള്ള കാരണം, നല്ലൊരു പുസ്തകം വായിക്കാനിടയായി. വേദാധികാരവും സ്ത്രീകളും എന്നുള്ളതിനെ പറ്റി വായിച്ചു വന്നപ്പോൾ ഒരുപാട് ഉൾക്കാഴ്ചകൾ തരുന്നതായിരുന്നു. അപ്പോഴാണ് വിവേകാനന്ദ സ്വാമിയുടെ ഒരു വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു എഴുത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, ശാരദാദേവിയെ പറ്റി നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയാൻ വയ്യ. അത്ര വലിയ ഒരു ശക്തി സ്രോതസ്സാണ് അമ്മ. അമ്മയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗാർഗ്യമാരും മൈത്രേയിമാരും വീണ്ടും ഭാരതത്തിൽ ഉദയം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു തുടങ്ങി. ശാരദാദേവിയെ നമ്മൾ ശ്രീരാമകൃഷ്ണദേവന്റെ സഹധർമ്മിണിയായിട്ട് കാണുന്നു. ഗാർഗിയും മൈത്രേയും അങ്ങേയറ്റത്തെ ബ്രഹ്മവാദികളും വേദപണ്ഡിതകളും ഒക്കെയാണ്. ഇവരെ രണ്ടുപേരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വിവേകാനന്ദ സ്വാമി എങ്ങനെയാണ് ഒരു പുതിയ ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പൊ അതിനെപ്പറ്റി തന്നെയായി ചിന്ത. നമ്മൾ ചിന്തിക്കും തോറും ഓരോരോ വഴികൾ ഇങ്ങനെ മുമ്പിൽ തിരിഞ്ഞ് വരും. അപ്പോ അന്നത്തെ കാലത്ത് ഗാർഗിയും മൈത്രേയും ഒക്കെ ഒരു സമുദായത്തില് സാധാരണയായിട്ട് ബ്രഹ്മവാദിനികളായിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അന്നത്തെ സമുദായത്തിന്റെ സംസ്കാരം എന്തായിരിക്കണം? ഇന്നിപ്പോ നമുക്ക് നമ്മുടെ ഒരു മകള് ഡോക്ടറായി, നഴ്സായി, സയന്റിസ്റ്റായി. ഇപ്പോഴും സാധാരണയാണ്. ഒക്കെ അധികാരമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും മുന്നേറാനും ഉള്ള എല്ലാ അധികാരങ്ങളുമുണ്ട്, അവസരങ്ങളുമുണ്ട്. അവരതൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അന്നത്തെ സമുദായത്തില് ഇങ്ങനെ രണ്ട് പണ്ഡിത ശ്രേഷ്ഠകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അപ്പൊ ആ സമുദായത്തിന്റെ നിലവാരം എന്തായിരിക്കണം? അങ്ങനെ ഓരോന്ന് ആരായുന്നതിൻ്റെ ഇടയിലാണ് നേരത്തെ പറഞ്ഞ മാതിരി പല ഉൾക്കാഴ്ചകളും ലഭ്യമായത്. അപ്പൊ വിഷയത്തിലേക്ക് കടക്കാനുള്ള താക്കോല് എനിക്ക് എപ്പോഴും വിവേകാനന്ദ സ്വാമി തന്നെയാണ് തരിക. അപ്പൊ വിവേകാനന്ദ സ്വാമി തന്ന താക്കോല് എന്തായിരുന്നു? മറ്റേത് നാട്ടിലേക്കും കടക്കും മുമ്പ് പ്രജ്ഞത തനത് ഇരിപ്പിടമാക്കിയ പ്രാചീന ഭൂവിഭാഗമെത്രേ ഭാരതം. ഇവിടെയാണ് മനുഷ്യ സ്വഭാവത്തെയും ആഭ്യന്തര പ്രപഞ്ചത്തെയും കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഒന്നാമതായി കിളിർത്തു വന്നത്. ഇവിടെയാണ് ആത്മാവിന്റെ അമരത്വം, അധ്യക്ഷനായ ഒരു ഈശ്വരന്റെ അസ്തിത്വം, പ്രകൃതിയിലും മനുഷ്യനിലും കുടികൊള്ളുന്ന ഒരു ഈശ്വരൻ എന്നീ സിദ്ധാന്തങ്ങൾ ആദ്യമായി ഉയർത്തിയത് ഇവിടെയാണ്. മതത്തിലും ദർശനത്തിലുമുള്ള അത്യുത്കൃഷ്ട ആദർശങ്ങൾ പരമകാഷ്ഠയെ പ്രാപിച്ചതും ഈ നാട്ടിൽ നിന്നാണ്. വൻ തിരമാലകൾ എന്നോണം ആധ്യാത്മികതയും ദർശനവും വെളിയിലേക്ക് തള്ളിക്കടന്നു ചെന്ന് ലോകത്തെ ആറാടിച്ചിട്ടുള്ളത് ഈ നാട്ടിൽ നിന്നു തന്നെയാണ്. വീണ്ടും വീണ്ടും പരീക്ഷീണരായ മാനവവംശങ്ങളിൽ ജീവിതവും ഓജസ്സും പകരുവാനായി ഒരിക്കൽ കൂടി ആ വക വേലിയേറ്റങ്ങൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. വിവേകാനന്ദ സ്വാമി 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് എഴുന്നേറ്റ് കന്യാകുമാരി ദേവിയുടെ മുമ്പിൽ പോയി നമസ്കരിച്ചുകൊണ്ടൊരു പ്രാർത്ഥന ചൊല്ലുകയുണ്ടായി. സദാശിവാം ത്വാം കലയാമി സാദരം കുമാരികാം സർവചരാചരാത്മികാം ദദാത്വനുജ്ഞാം ഭവദീയ വൈഭവ പ്രകീർത്തനായംബ ദിഗന്ധരേഷുമേ. അമ്മേ സദാശിവ കുടുംബിനി, എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ ഞാൻ അമ്മോട്. എനിക്ക് ഈ ലോകമെമ്പാടും പോയിട്ട്
അമ്മയുടെ വൈഭവത്തെക്കുറിച്ച് പ്രകീർത്തിക്കുവാനുള്ള അവസരവും ശക്തിയും എല്ലാം തന്ന് അനുഗ്രഹിക്കണേന്ന്. ഭാരതീയ തത്വചിന്ത പ്രാർത്ഥിച്ചില്ല, വേദാന്ത അതിനൊന്നുമല്ല പ്രാർത്ഥിച്ചത്. അമ്മയുടെ വൈഭവത്തെക്കുറിച്ച് എന്താന്ന് വെച്ചാല് നേരത്തെ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്, അദ്വൈതം അറിവായിട്ടിരുന്നാൽ പോരാ, അത് മനസ്സിന്റെ ജീവിതത്തിന്റെ സ്വഭാവമായി മാറുമ്പോഴാണ് അത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ദർശനമായിട്ട് മാറുകയുള്ളൂ. അപ്പൊ അതിനുള്ള കഴിവ്, ഒരുപാട് ദിക്കിൽ പോയിട്ട് വേദാന്തമൊക്കെ പ്രസംഗിച്ച് നടക്കാൻ പറ്റും, പക്ഷെ അവരവർക്കത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ എന്താ കാര്യം? ഒരു കാര്യവുമില്ല. അപ്പൊ അതുകൊണ്ട് ആ അമ്മയുടെ വൈഭവത്തെ, വേദാന്തത്തിനെ പ്രാക്ടിക്കലായിട്ട് മകന്റെ നന്മയ്ക്ക് എപ്പോഴും ഏകാഗ്ര ദൃഢചിത്തയായി യജ്ഞം ശ്രേഷ്ഠമനുഷ്ഠിപ്പു ജനനീ കർമ്മയോഗിനി, താനും മകനും ഒന്നായി തന്നെയാണ് അവൾ കാണുന്നതും. അദ്വൈതത്തിൻ മഹാതത്വം ആദ്യം ബോധിച്ചതമ്മയാം. ഒരമ്മയിൽ കൂടിയാണ് അദ്വൈത തത്വം മക്കളിലേക്കും കുടുംബത്തിലേക്കും സമുദായത്തിലേക്കും എല്ലാം ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ ആ അദ്വൈത തത്വത്തിനെ അത്രയും ഹൃദ്യമായ ഭാഷയിൽ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. കടുപടുന്ന് അവതരിപ്പിക്കാൻ വിഷമമില്ല, അതാണ് സയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാഹ്യമായിട്ടുള്ള അറിവുകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ അദ്വൈതത്തിന്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ലോകം നന്നാവണം കാണാനില്ല. കൂടുതൽ മതഭ്രാന്തും കൂടുതൽ അക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതിയും കാഴ്ചപ്പാടുമാണ് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. അതാണ് ഭാരതത്തിന്റെ വൈശിഷ്ട്യം. മാതൃഭൂമി, പുണ്യഭൂമി, യജ്ഞഭൂമി, തപോഭൂമി, സത്യഭൂമി, കർമ്മഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭാരതത്തിന്റെ വൈശിഷ്ട്യം ഈ ഓരോരോ ഫിലോസഫിയിൽ കൂടിയും നമ്മള് ഈ അദ്വൈതത്തിനെ എത്രത്തോളം പ്രായോഗികമാക്കി മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുവന്ന മനുഷ്യന്റെ ജീവിതത്തിനെ ഉയർത്തി ഉയർത്തി പരിണാമ ഉന്നതിയിലേക്ക് എത്തിക്കാം എന്നുള്ളതിന്റെ ഓരോരോ മഹർഷിമാരും ഓരോരോ ദാർശനികന്മാരും ചെയ്തിട്ടുള്ളതായിട്ടുള്ള ആ അനുഭവങ്ങളും അനുഭൂതികളുമാണ് നമ്മളെ ഇത്രയും വലിയ മഹത്തായിരിക്കുന്ന ഒരു സംസ്കാരമായിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ആ അദ്വൈത ചിന്തയെ പകർത്താൻ വെറുതെ പോയി കുറെ പ്രസംഗം നടച്ചുകൊണ്ട് കാര്യമില്ല, അതിനെ സ്വന്തം ജീവിതത്തിൽ എടുത്തു കാട്ടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മാതൃദേവിയെ കേന്ദ്രമാക്കി, ആലോചിച്ചു നോക്കണം, അമ്മയുടെ ജോലി ചെയ്തു തീർക്കാനുണ്ട് എന്ന് ഏൽപ്പിച്ച് ഭാരതത്തിൽ മുഴുവൻ ചുറ്റി നടന്ന് ഭാരത മാതാവിന്റെ സംസ്കാരത്തിനെയാണ് ഞാൻ ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിന് നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ എത്ര അമ്മമാരെ പൂജിക്കുന്നു. ആറ്റുകാലമ്പലത്തിലേക്ക് പോകുന്നു, ചെങ്കുളത്തുകാല, അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്ന അമ്മമാരുടെ മനസ്സില് വല്ല ഏകീഭാവവും ഭേദഭാവമില്ലായ്മയോ ഒക്കെ വരുന്നുണ്ടോ? ചോദ്യം ചോദിക്കേണ്ടതാണ് നമ്മള്. ഇത്രയും വലിയതായിട്ടുള്ള ഒരു ആറ്റുകാലമ്മയുടെ മുമ്പിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് അങ്ങോട്ട് കയറുന്നതോട് കൂടിയിട്ട് ഈ പോയ ആളെ തന്നെയാ തിരിച്ചു വന്നേന്നുണ്ടെങ്കിൽ തുടങ്ങി അമ്മായി അമ്മയുടെ ഒരു വരവ്, അല്ലെങ്കിൽ മരുമക്കളുടെ ഒരു ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ പോകുന്നത്? ഈ വെയിൽ കൊണ്ടിരിക്കുന്നതും ടി വിയിൽ പടം കാണാൻ വേണ്ടിയിട്ടോ? അത്രയേ ഉള്ളൂ, അതിനൊരു അർത്ഥമില്ല. അപ്പോ അമ്മയുടെ ജോലി ചെയ്തു തീർക്കാനുണ്ട്, അതിനെ ഉപയോഗിച്ചുകൊണ്ട് വേണം എനിക്ക് ലോകത്തില് ഇത് പകർത്താൻ എന്ന് പറഞ്ഞ ആളാണ് ഗാർഗിയും മൈത്രേയിയും മാതിരിയുള്ള ബ്രഹ്മവാദിനികള് വീണ്ടും ഭാരതത്തിൽ ജനിക്കണമെന്നും മാതൃദേവിയെ കേന്ദ്രമാക്കി അവര് സമുദായത്തിനെ പരിഷ്കരിക്കണമെന്നും പറയുന്നത്. വളരെ അത്ഭുതമായിട്ടുള്ള ഒരു ഫോർമുലയാണത്. അവര് ഏത് കാലത്ത് ജീവിച്ചിരുന്നു, മാതൃദേവി എവിടെ ജനിച്ചിരുന്നു, മാതൃദേവിക്ക് എന്ത് വിദ്യാഭ്യാസമാണ് ഉണ്ടായിരുന്നത്? യാതൊരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല നമ്മൾ അറിയുന്ന മാതിരി. ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ ഭഗവാനോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ദാ നഹബത്തിലിരിക്കുന്ന എന്റെ അമ്മയില്ലേ ചന്ദ്രമണി ദേവി, ആ അമ്മയായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്. എളുപ്പമായി കാര്യം. ചന്ദ്രമണി ദേവി ഒരു അവതാര പുരുഷന് ജന്മം കൊടുത്തതായിട്ടുള്ള ഒരു മഹാതപസ്വിനിയായിരുന്നു ചന്ദ്രമണി ദേവി. ഓരോ നിമിഷവും എങ്ങനെ ഉപയോഗിക്കാം, യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളുമില്ലാത്ത നിർമ്മമത്വം, നിർമോഹത്വം, നിരാശ്രയത്വം എന്നൊക്കെ പറയണ മാതിരി യാതൊരു തരത്തിലുള്ള ലൗകിക ആഗ്രഹങ്ങളുമില്ലാതെ ആ അമ്മ രൂപം കൊടുത്ത് വളർത്തിയതാണ് ശ്രീരാമകൃഷ്ണദേവൻ. അപ്പോ
എങ്ങനെയായിരിക്കണം ലൗകിക തലത്തിൽ നിന്റെ മാതൃത്വം എന്നുള്ളത് അവിടെ പോയി നോക്കിക്കൊള്ളൂ, കാണാം. പക്ഷെ അതുകൊണ്ടായില്ല. അമ്മയുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള സാക്ഷാൽ ആ പരാശക്തിയുടെ വൈഭവത്തെ കൂടി ഉണർത്തണം. അപ്പോൾ മാത്രമേ ഇത് രണ്ടും നേരത്തെ പറഞ്ഞ മാതിരി അദ്വൈതം മാതൃത്വത്തിന്റെ ഭാഗമാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ആ ഷോഡശി പൂജ കഴിക്കുന്നതും ആ ഷോഡശി പൂജയിൽ കൂടി അമ്മയുടെ ഹൃദയത്തിലിരിക്കുന്നതായിട്ടുള്ള ആ ആത്മസ്വരൂപത്തെ ഉണർത്തുന്നതും. അപ്പൊ എല്ലാം ഇങ്ങനെ ഒരു ജിഗ്സോ പസിൽ മാതിരിയാണ്. ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് വരും തോറും തലവേദനയുടെ ഒപ്പം എനിക്ക് കിട്ടിയത് കുറേ സൊല്യൂഷൻ ടു ദി പ്രോബ്ലംസ് ആണ്. ഒരു ഭാഗത്ത് നമ്മൾ ഒരു അറിവും പഠിപ്പൊന്നുമില്ലാത്ത മാതൃദേവി, മറ്റൊരു ഭാഗത്ത് ബ്രഹ്മവാദിനികളായ ദേവികള്, പിന്നൊരു ഭാഗത്ത് സിസ്റ്റർ നിവേദിതയെ മാതിരി അമ്മയെ കാണാനായിട്ട് പാശ്ചാത്യ ദേശങ്ങളിൽ നിന്ന് അടിയറ വെച്ച് വന്നിരിക്കുന്നതായിട്ടുള്ള വലിയ വലിയ ആൾക്കാര്, വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചിട്ടുള്ള സ്ത്രീകള്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ചിത്രമാണത്. അപ്പൊ ആലോചിച്ചു തുടങ്ങി എന്തായിരിക്കും. അപ്പോഴാണ് ഒന്ന് തിരിച്ച് വേദങ്ങളില് സ്ത്രീകള് എങ്ങനെയാണ് മുന്നോട്ട് വന്നത് എന്ന് ഒന്ന് നോക്കിക്കളയാം എന്നുള്ള ചിന്തയിലേക്ക് കടന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഞാനൊരു ഇത് തയ്യാറാക്കിയത്. അപ്പോ അത്ഭുതം തോന്നും. ഇപ്പൊ നമ്മള് പെൺമക്കൾ ഉണ്ടാവേണ്ട, പെൺമക്കളെ കൊന്നുകളയണം, പെൺമക്കളെ തീ വെച്ച് നശിപ്പിക്കണം എന്നൊക്കെ പറയുന്നതായ കാലത്ത് ഉപനിഷത്തുക്കളില് മാതാപിതാക്കൾ നല്ല ഒരു വിദുഷിയായ മകൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. കേട്ടിട്ടുണ്ടാവില്ലേ അധികം പേരൊന്നും, അല്ലേ? പ്രത്യേക തരത്തിലുള്ള ഒരു ചോറ് തയ്യാറാക്കി, തിലൗതന്നം എന്നൊക്കെ പറയുന്ന ഒരു ചോറ് തയ്യാറാക്കി അതിൽ നെയ്യ് ചേർത്ത് ഭഗവാൻ ആരാധിച്ച് അത് മാത്രം കഴിച്ചുകൊണ്ട് ഗർഭിണിയായ അമ്മ പണ്ഡിതയായ മകള്, വെറും മകളെന്നല്ല, പ്രാർത്ഥിക്കുകയാണ്, പണ്ഡിതയായൊരു മകളെ എനിക്ക് ജനിക്കണം. എന്താ പണ്ഡിതയായ മകള് ജനിച്ചാലുള്ള അല്ലാത്ത മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ കാണുന്നില്ലേ എന്താ സംഭവിക്കാന്നുള്ളത്? റിയാലിറ്റി ഷോന്റെ പിന്നാലെ പോവും, ഫാഷൻ പരേഡിന്റെ പിന്നാലെ പോവും. അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല, സമുദായത്തിന് നഷ്ടമേ ഉള്ളൂ. പക്ഷെ അതേ സമയത്ത് സാവിത്രിയെ മാതിരി ഒരു മകള്, താൻ ജനിച്ച കുലത്തിനും ഭർത്താവിന്റെ കുലത്തിനും തന്റെ ജന്മം കൊണ്ട് സാഫല്യം നേടിക്കൊടുത്ത സാവിത്രിയെ മാതിരിയുള്ളൊരു മകള്. ആ സാവിത്രിയുടെ അറിവും പാണ്ഡിത്യവുമാണ് യമധർമ്മന്റെ പിന്നാലെ പോകാനുള്ള ധൈര്യം കൊടുത്തതും സത്യവാനെ തിരിച്ച് വാങ്ങാനുള്ള കഴിവ് കൊടുത്തതും. അതോടുകൂടി ആദ്യത്തെ വരദാനത്തിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ തന്റെ ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നഷ്ടപ്പെട്ട കണ്ണ് തിരിച്ചു കിട്ടട്ടെ, അവരുടെ രാജ്യം തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവർക്ക് ജന്മസാഫല്യം വളർത്തി കൊടുത്തതും. രണ്ടാമത്തെ വരമായിട്ട് കിട്ടിയതാണ് സ്വന്തം കുലത്തില് എന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് അവർക്ക് വലിയ ആഗ്രഹം ആൺമക്കൾ ഉണ്ടാകണമെന്നായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കൃപ എന്നിൽ കൂടിയാണ് പ്രവഹിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ജനിച്ചത്. അവർക്ക് 100 പുത്രന്മാരുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. തഥാസ്തു. പിന്നെയാണ് യമനെ പതുക്കെ ഒരു അമളി പറ്റിയത്. എനിക്കും 100 മക്കളുണ്ടാകണം എന്ന് പറഞ്ഞു. ആ ശരി, 100 മക്കളുണ്ടാവും. അപ്പൊ എനിക്കെങ്ങനെയാ മക്കളുണ്ടാവണേ? നിങ്ങൾ എന്റെ ഭർത്താവിനെ കൊണ്ടുപോവല്ലേ? അപ്പോഴാണ് യമനെ പോലും കബളിപ്പിച്ച് പണ്ഡിതയായ സാവിത്രി തനിക്കും സ്വകുടുംബത്തിനും ഭർത്താവിന്റെ കുടുംബത്തിനും പരമമായ ശ്രേയസ് സമ്പാദിച്ചു കൊടുത്തത്. കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് സാവിത്രിയുടേത്. അപ്പൊ അങ്ങനെയുള്ള മകൾ ജനിക്കണമെന്ന് അച്ഛനമ്മമാര് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നൊരു ശ്ലോകത്തില്, രസകരമായിട്ടുള്ള മറ്റൊരു ശ്ലോകത്തില്, പെട്ടെന്ന് വായിക്കുമ്പോൾ പല ശ്ലോകങ്ങളിലും വേദങ്ങളില് നമ്മൾ അതിന്റെ ബാഹ്യാർത്ഥം മാത്രം എടുത്താൽ നമുക്ക് തോന്നുന്നു എന്ത് വിഡ്ഢിത്തങ്ങളാ ഇവരൊക്കെ പറയണേന്നുള്ളത്. പിന്നൊരു ദിക്കില് സപത്നി ഭാവത്തിനെ തീർത്തു തരാൻ പറയുകയാണ്, എന്റെ സപത്നിയെ നശിപ്പിച്ചു തരണം എന്ന്. ഹേയ്, ഇതെന്താ ഇങ്ങനെ? ഇതിപ്പോ നമ്മുടെ ആൾക്കാർ പറയണ മാതിരിയല്ലോ, എന്റെ ഭർത്താവിന് ഒരു പ്രത്യേക ആരോ പറഞ്ഞ മാതിരി സ്നേഹം അടുത്ത അയൽവക്കത്തേക്കും കടന്നു തുടങ്ങി തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭാര്യമാർക്ക് സങ്കടം വരണ മാതിരി ഇതെന്താ ഇങ്ങനെ ഒരു ശ്ലോകം എന്ന് തോന്നും. അപ്പോ
അതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാല്, 2 ഭാര്യമാരാണ് ജീവാത്മാവിന്, നന്മയും തിന്മയും. അപ്പൊ നന്മ പ്രാർത്ഥിക്കുകയാണ്, തിന്മയെ നശിപ്പിച്ചു തരൂ. സംസ്കൃതത്തിൽ പിന്നെ മനോഹരമായിട്ടുള്ള അക്ഷരങ്ങളുടെ കോമ്പിനേഷൻസ് ഒക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോ സപത്നി ഭാവത്തിലുള്ള അതിനെ കളഞ്ഞു തരൂ എന്നാ പറയണേ. പിന്നെ അഗസ്ത്യന്റെ പത്നി ലോപമുദ്ര പ്രാർത്ഥിക്കുന്നു. അഗസ്ത്യൻ നല്ലൊരു രാജകുമാരിയൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു, വീട്ടിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു, പിന്നെ മറന്നു. പിന്നെ സ്വന്തം നാമവും ജപവും തപസ്സൊക്കെ ആയിട്ട് കുറെ കാലം കഴിഞ്ഞ് കണ്ണു പിടിച്ചു നോക്കിയപ്പോഴല്ല, നല്ല യുവതിയും സുന്ദരിയുമായിരുന്നു എൻ്റെ ഭാര്യ, ഇപ്പൊ നോക്കുമ്പോ കാണാൻ കൊള്ളാത്തവളായി. ജോലി എടുത്ത് അപ്പോഴാണ് ലോപമുദ്ര ഓർമ്മിപ്പിക്കുകയാണ്, എന്തൊരു തപസ്സാ നിങ്ങളുടെ, എന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങളുടെ വിചാരം ഒരു ഗൃഹസ്ഥ ജീവിതം സത്യ സാക്ഷാത്കാരത്തിന് എതിരാണ് എന്നാണല്ലേ, എന്നിട്ട് അവളെ പഠിപ്പിച്ചു കൊടുക്കണേ. ഒരിക്കലുമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അഗസ്ത്യനും ലോപമുദ്രയും വലിയ ശ്രീവിദ്യ ഉപാസന്മാരായി തീരുന്നതും ലോകപ്രസിദ്ധരായി തീരുന്നതുമെല്ലാം അങ്ങനെയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ 2 മഹതികളുടെ പേര് വൈരക്കല്ല് സമം ഇതായിട്ട് നിൽക്കുന്നത്. ഗാർഗിയും മൈത്രേയിയും. വളരെ രസകരമായിട്ടുള്ള കഥയാണ് എന്നുണ്ടെങ്കിലും കഥയല്ല, അത് അങ്ങേയറ്റത്തൊരു ഫിലോസഫിയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെന്ന് വിചാരിച്ചാല്, നമ്മൾക്ക് അറിവിന്റെ ഒരു പ്രത്യേക ഡയമെൻഷൻ, ഒരു തലമാണ് ഗാർഗി യാജ്ഞവൽക്യ സംവാദത്തിൽ കൂടി കാണപ്പെടുന്നത്. അതേമാതിരി ഭാര്യാഭർത്തൃബന്ധത്തിന്റെ നിന്ന് തുടങ്ങി സ്നേഹത്തിന്റെ അത്യത്ഭുതമായിരിക്കുന്ന ഒരു വികാസമാണ് മൈത്രേയിയുടെ കഥയിൽ കൂടി നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് അവര് 2 പേരും പ്രത്യേകം തെളിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അവരുടെ കഥ വായിച്ചപ്പോഴാണ് വിവേകാനന്ദ സ്വാമികളുടെ വാക്കിന്റെ അർത്ഥം മനസ്സിലായത്. ഈ 2 തലങ്ങളിലും, അറിവിന്റെ തലത്തിലും നമ്മുടെ സ്ത്രീകൾ വളരെയധികം മുന്നേറേണ്ടതുണ്ട്. അവർക്കിപ്പോ റിയാലിറ്റി ഷോ, വേഷം, വിധാനം, ഫാഷൻ ഇതല്ലാതെ വേറെ യാതൊരു ചിന്തകളും ഇല്ല. അങ്ങനെയാണ് നമ്മുടെ സ്ത്രീ സമൂഹം കുട്ടികളെ അമ്മയച്ഛന്മാർ വളർത്തിക്കൊണ്ട് വരുന്നതും അവർ വളർന്നുകൊണ്ടിരിക്കുന്നതും. അവരുടെ വിദ്യാഭ്യാസം എല്ലാ രംഗത്തും അവരുടെ വെറും ബാഹ്യമായ പ്രകൃതിയിൽ നിന്നുകൊണ്ടുള്ള അവരുടെ തുള്ളിച്ചാടലുകളാണ് നമ്മൾ കാണുന്നത്. അതേമാതിരി തന്നെ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം ഡൈവോഴ്സ്, 1 മാസം കഴിഞ്ഞ ഡൈവോഴ്സ്, ലവ് ജിഹാദ്, അങ്ങനെ പല 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 വിക്രിയകളുമാണ് നമ്മൾ ഈ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കണ്ടുകൊണ്ടുവരുന്നത്. അപ്പൊ വലിയ ഒരു കറക്ഷൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആ കറക്ഷൻ ചെയ്യാനുള്ളത് എവിടെ നിന്ന് തുടങ്ങാം? അതിനാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്, മാതൃദേവിയെ കേന്ദ്രമാക്കി നമുക്ക് ഒരു പുതിയ സമുദായം സൃഷ്ടിക്കേണ്ടതുണ്ട്. മൈത്രേയിമാരും ഗാർഗിമാരും അവിടെ ആണ് പറയുന്നത്. അതായത് മാതൃദേവിയെ പറ്റി ഇപ്പൊ പറയാൻ തുടങ്ങിയ ഇന്ന് മുഴുവൻ അതിനുള്ള സമയമേ ഉള്ളൂ. പക്ഷേ അത്യത്ഭുതമായിരുന്ന ഒരു ജീവിതമാണ്. പവിത്രം ചരിതം യസ്യ പവിത്രം ജീവനം തഥാ പവിത്രതാ സ്വരൂപിണ്യേ തസ്യൈ ദേവി നമോ നമ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭേദാനന്ദ സ്വാമി അമ്മയെ നമുക്ക് മുമ്പിൽ എഴുന്നള്ളിപ്പിക്കുന്നത്. അമ്മയെ പറ്റി ഒരിക്കൽ ഒരു എന്തോ എഴുതാൻ വന്നപ്പോ, അമ്മയില്ലാത്തവർക്ക് അമ്മയായി വന്നു നീ, അമ്മയും അച്ഛനും ബന്ധുവും നീയേ, ബാലകരാം ഞങ്ങൾ നിൻ ആഞ്ചലിൻ തുമ്പിൽ ഞങ്ങൾ തൻ കണ്ണീർ തുടച്ചിടട്ടെ എന്ന് എവിടെയോ 4 വരി ഞാൻ എഴുതേണ്ടായി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ മാതൃദേവിയെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് പുതിയ ഒരു തലമുറ അറിവിന്റെ, മാതൃദേവിക്ക് സ്കൂളും കോളേജും യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും വിവേകാനന്ദ സ്വാമി പോലും അമ്മയുടെ അനുഗ്രഹവും ആശിസ്സുകളും നേടിയതിനു ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യുമായിരുന്നുള്ളൂ. അപ്പോ അറിവിന്റെ നിറകുടമായിരുന്നു അവര്. നമ്മൾ അറിയുന്ന അറിവല്ല, ആ അറിവ് എന്തായിരുന്നു അത് നമുക്ക് കാണാം എന്തായിരുന്നു എന്നുള്ളത്. അതേമാതിരി സ്നേഹത്തിന്റെ നിറകുടമായിരുന്നു. സിസ്റ്റർ നിവേദിതയെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന സ്വാമിജി
ആദ്യം ഒന്ന് പരിഭ്രമിച്ചു, ഇവരെ സമുദായം സ്വീകരിക്കുമോ എന്തോ എന്നത്. അപ്പോഴാണ് അമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടുവിടുന്നത്. അമ്മ സ്വീകരിച്ചതോടുകൂടി ഭാരതം ഇനി സിസ്റ്റർ നിവേദിതയെ സ്വീകരിക്കുമെന്ന് സ്വാമിജിക്ക് ഉറപ്പ് തന്നു. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഗാർഗിയുടെയും യാജ്ഞവൽക്യന്റെയും കഥ. ജനക മഹാരാജാവ് കുറെ പശുക്കളെ സ്വർണം കെട്ടിച്ചൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, പണ്ഡിതശ്രേഷ്ഠന്മാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോ ആരും എണീക്കുന്നില്ല. എന്നുവെച്ചാ എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദ്യങ്ങൾ വരും, അതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വരും എന്നറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാജ്ഞവൽക്യൻ അവിടെ കയറി വന്നിട്ട് ശിഷ്യന്മാരോട് പറയുന്നത്, ആ പശുക്കളെയൊക്കെ അഴിച്ചുകൊണ്ട് പൊക്കോ, നമുക്ക് നമ്മുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറയും. അപ്പൊ പറയും, നിക്ക് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണം എന്ന് പറഞ്ഞിട്ട് പലരും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ആ സദസ്സിൽ, ആ പണ്ഡിതന്മാര് നിറഞ്ഞു നിന്ന ഈ സദസ്സിൽ, ഇങ്ങനെയുള്ള ഒരു സദസ്സിൽ ഗാർഗി എണീറ്റ് നിന്ന് ചോദിക്കുകയാണ്, മഹർഷേ എനിക്ക് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഓരോന്നും കാരണവും കാര്യവുമായിട്ട് ഇങ്ങനെ ചോദിച്ചു വരികയാണ്. എവിടെയാണ് ഓരോന്നും നിൽക്കുന്നത്? കുറച്ച് സമയം ലാഭിക്കാൻ നോക്കുകയാണ്. അപ്പോ അങ്ങനെ ചോദിച്ചിട്ട് അവസാനം ചോദിക്കും, ആകാശം ഏതിലാണ് ഓതപ്രോതമായി ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയും, ആകാശത്തിലാണ്, ഈ കാണുന്നതെല്ലാം ആകാശത്തിലാണ് ഓതപ്രോതമായിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു സെമിക്കോളനാണ് അവിടെ. അപ്പൊ വീണ്ടും ചോദിക്കുകയാണ് ഗാർഗി, ആകാശം ഏതിലാണ് ഓതപ്രോതമായിരിക്കുന്നത് എന്ന്. അപ്പൊ വേഗം പറയും, ഗാർഗി നീ അതിപ്രശ്നം ഉദ്ധരിക്കരുത്. അതിപ്രശ്നം ചോദിച്ചാൽ നിന്റെ തല തന്നെ പൊട്ടിപ്പോകും, അതുകൊണ്ട് അതിപ്രശ്നം ഉദ്ധരിക്കരുത് എന്ന് പറഞ്ഞു. ഗാർഗി ഒന്നും മിണ്ടിയില്ല, മിണ്ടാതെ ഇരുന്നു. എന്തുകൊണ്ടാണ് ഈ മഹാസദസ്സിൽ വെച്ച് ഗാർഗിയോട് ഈ ചോദ്യം ചോദിക്കരുത് എന്ന് പറഞ്ഞത്? അപ്പൊ ആ ചോദ്യം ചോദിക്കുന്നവരയ്ക്കും അവളുടെ ബുദ്ധി എന്തെന്നില്ലാത്ത സൂക്ഷ്മ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മഹർഷിക്ക് വിശ്വാസം വന്നു. ഇനി അവിടുന്ന് അങ്ങോട്ട് കടക്കണം എന്നുണ്ടെങ്കിൽ ആ ബുദ്ധിയിൽ കൂടി കിട്ടിയ അറിവ് അനുഭൂതിയാക്കി മാറ്റേണ്ടമായിരിക്കും. ആ മാറ്റൽ കൂടി കഴിഞ്ഞിട്ട് വേണം അവൾ ഈ ചോദ്യം ചോദിക്കാനായിട്ട്. അതുകൊണ്ട് തൽക്കാലം ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരുന്നില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും മറ്റുള്ള ശിഷ്യന്മാര് വേറെ ഓരോരോ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് തോന്നി. ചോദിച്ചു, അതിനുള്ള ഉത്തരങ്ങൾ കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോൾ ഗാർഗി വീണ്ടും വന്നു. എനിക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ഞാൻ ചോദിച്ചു കൊള്ളട്ടെ എന്ന് സദസ്സിനോട് ചോദിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, ഓ ചോദിച്ചോളൂ. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രപഞ്ചം ഓതപ്രോതമായിരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ആകാശം എന്ന് ഉത്തരം പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ 2ാമത്തെ പ്രശ്നം, ഈ ആകാശം, ദാറ്റ് ഈസ് ദി സ്പേസ്, അത് എവിടെയാണ് ഓതപ്രോതമായി ഇരിക്കുന്നത്? അത് കേട്ടു. ആ ചോദ്യം കേട്ടത്, ആ ചോദ്യത്തിൽ പിന്നെ ഒരു വിശേഷം കൂടി ഉണ്ടായിരുന്നു. ആ ചോദ്യത്തില് ഇപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അറിവിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് യാജ്ഞവൽക്യൻ ഗാർഗിയെ കൊണ്ടുപോവുകയാണ്. ജലത്തിൽ നിന്ന് തുടങ്ങി വായു, അന്തരീക്ഷം, ഗന്ധർവലോകങ്ങൾ, ഇന്ദ്രലോകങ്ങൾ, പ്രജാപതി ലോകങ്ങൾ എന്നിവ താണ്ടി ബ്രഹ്മലോകത്തിൽ ചെന്ന് മുട്ടുമ്പോഴാണ് പറഞ്ഞത്, ഇനി അതിപ്രശ്നമാണ്, നീ ചോദിക്കരുത് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗാർഗി വന്നപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല, ചോദിച്ചോളാൻ പറഞ്ഞു. എന്താന്ന് വെച്ചാല് അവളെ ഏതോ ഒരു അനുഭൂതി കിട്ടിയിട്ടാണ് 2ാമത് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ ധൈര്യപ്പെടില്ല. അതെന്താണെന്ന് കാണണം. അവൾ ചോദിക്കുന്ന ചോദ്യത്തിൽ കൂടി ലോകോത്തരമായൊരു സന്ദേശമാണ് എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഇവര് ശിഷ്യന്മാര് ചോദിച്ചതായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ എനിക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ അത് ലോകത്തിന് തന്നെ ഉപകാരമായിരിക്കുമല്ലോ എന്നാണ്. അപ്പോഴാണ് അവളൊരു ചോദ്യം ചോദിക്കുന്നത്, ആകാശം എവിടെ ഓതപ്രോതമായിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ വേറൊരു ഡയമെൻഷൻ ഐൻസ്റ്റീൻ വന്നതോട് കൂടിയിട്ട് സ്പേസ് ടൈം കണ്ടിന്യൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ മാനത്തിലേക്ക് നമ്മളുടെ സയൻസിനെ ഉയർത്തുകയുണ്ടായി. അതേമാതിരിയാണ് ഇവിടെയും ചോദിച്ചത്.
സഹോവാച, ഗാർഗി ചോദിക്കുകയാണ്, യത് ഊർധ്വം ജ്ഞാനവൽക്യ ദിവഹ യത് അവാക് പൃഥിവ്യ യത് അന്തരദ്യാവാ പൃഥിവ്യ ഇമേ. ആകാശവും ഭൂമിയും ഒക്കെ എവിടെയാണോ ഓതപ്രോതമായിരിക്കുന്നതിന് പുറമെ യദ്ഭൂതം ച ഭവത് ച ഭവിഷ്യത് ച ഇത്യാചക്ഷ തേ കസ്മിൻ തദ് ഓതം പ്രോതമിതി. ഈ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാക്കി. സ്പേസിനെ പറ്റിയിട്ട്, സ്ഥലത്തിനെ പറ്റിയിട്ട്, ദേശം ഒക്കെ പറഞ്ഞത് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം കൂടി ഒന്ന് വ്യക്താക്കി തരൂ. ഭൂതം, ഭാവി, വർത്തമാനം, ഭാവി എന്നുള്ള ഒരു കാലത്തിൻ്റെതായിട്ടുള്ള ഒരു ഡയമെൻഷൻ ഉണ്ടല്ലോ, അത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. കസ്മിന്നു ഖലു ആകാശ ഓതശ്ച പ്രോതശ്ച ഇതി. ആകാശം ഏതിലാണ് ഓതപ്രോതമായിരിക്കുന്നത്? ഇതാണ് അവളുടെ വാക്കുകൾ തന്നെ. ഇവിടെയാണ് യാജ്ഞവൽക്യൻ അക്ഷരബ്രഹ്മത്തെ വിവരിക്കുന്നത്. അപ്പൊ വളരെ പ്രിസൈസിട്ടുള്ള അക്ഷരബ്രഹ്മത്തിന്റെ ഒരു ഡെഫിനിഷനാണ് ഇനി യാജ്ഞവൽക്യൻ കൊടുക്കാൻ പോകുന്നത്. സമയത്തിന്റെ അഭാവം കൊണ്ട് ഞാൻ സംസ്കൃത ശ്ലോകങ്ങളിലേക്ക് പോകുന്നില്ല. അതിനെ മലയാളത്തിൽ വേഗം വായിച്ച് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. നമ്മൾ ഭാഗവതവും ഉപനിഷത്തുക്കളൊക്കെ കേൾക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ വലിയ വിഷമമൊന്നും ഉണ്ടാകുകയില്ല. സഹോവാച ഏതദ്വൈ തദക്ഷരം ഗാർഗി ബ്രാഹ്മണ അഭിവദന്തി. അതിനെയാണ് അക്ഷരപരബ്രഹ്മം എന്ന് പറയുന്നത്. ഈ ആകാശം ഏതിലാണോ ഓതപ്രോതമായിരിക്കുന്നതെന്ന് നീ ചോദിച്ചല്ലോ, അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് സാക്ഷാൽ പരബ്രഹ്മത്തിലാണ് ഓതപ്രോതമായിരിക്കുന്നത്. ആ തത്വത്തെ ബ്രഹ്മജ്ഞർ അക്ഷരം എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ സ്വഭാവം എന്താണ്? അത് നിർഗുണ പരബ്രഹ്മം എന്ന് പറഞ്ഞ് വിട്ടാ മതി. പക്ഷെ അതല്ല, ഓരോരുത്തർക്കും ചിന്ത ചെയ്ത് ധ്യാനിച്ചെടുക്കാവുന്ന മാതിരിയുള്ള ഒരുപാട് ഡെഫിനിഷൻസ് യാജ്ഞവൽക്യൻ കൊടുക്കുകയാണ്. അസ്ഥൂലം, അനണു, അഹ്രസ്വം, അദീർഘം, ചുവപ്പല്ലാത്തതും എണ്ണമയമല്ലാത്തതും നിഴലല്ലാത്തതും ഇരുട്ടല്ലാത്തതും വായുവല്ലാത്തതും ആകാശമല്ലാത്തതും സംഗമില്ലാത്തതും രസമില്ലാത്തതും ഗന്ധമില്ലാത്തതും ചക്ഷുസില്ലാത്തതും ശ്രോത്രമില്ലാത്തതും വാഗിന്ദ്രിയമില്ലാത്തതും മനസ്സില്ലാത്തതും പ്രകാശമില്ലാത്തതും പ്രാണനില്ലാത്തതും മുഖമില്ലാത്തതും അളവില്ലാത്തതും അകവും പുറവും ഇല്ലാത്തതാകുന്നു. അത് ഒന്നിനെയും ഭക്ഷിക്കുന്നില്ല, അത് ഒന്നിനാലും ഭക്ഷിക്കപ്പെടുന്നുമില്ല. അങ്ങനെ ആ നിർഗുണ ബ്രഹ്മത്തിന്റെ നെഗറ്റീവായിട്ടുള്ള ഡെഫിനിഷൻസിൽ കൂടി ഇനിയിപ്പോ ചോദിക്കാനില്ല, ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റാത്ത മാതിരി അത്രയും ക്ലിയർ ആയിട്ടുള്ള ആ ഡെഫിനിഷൻ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ യാജ്ഞവൽക്യനും ഗാർഗിയുമായിട്ടുള്ള. അപ്പൊ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കാൻ അർഹയായ അധികാരിത്വമുള്ള ഗാർഗി ഇങ്ങനെ ആ ചോദ്യം ചോദിച്ച എനിക്ക് അനുഭൂതി ഉണ്ടായെങ്കിലും എനിക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. നമുക്ക് ചിലർക്കൊക്കെ ഉണ്ട് നല്ലപോലെ പാട്ടൊക്കെ അറിയാം, പക്ഷെ വേറൊരാളെ പഠിപ്പിക്കാൻ സാധിക്കില്ല. എനിക്ക് എൻ്റെ വിഷയം അറിയാൻ, പഠിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ ഗാർഗി നിശ്ചയിച്ചു, ഞാനിവിടെ വലിയ സഭയിൽ കയറി നിന്ന് എൻ്റെ അനുഭൂതികളെ പറ്റി പറയുന്നതിലും ഈ മഹാനായിരിക്കുന്ന ഈ യാജ്ഞവൽക്യ മഹർഷി ഈ അക്ഷരബ്രഹ്മത്തിനെ പറ്റി സദസ്സിനെ അറിയിച്ചാൽ അവരിൽ ഓരോരുത്തരിൽ കൂടിയും അത് പുതിയ പുതിയ രൂപങ്ങൾ കൈക്കൊള്ളും, പുതിയ പുതിയ ഭാവങ്ങളിൽ കൂടി അവർ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നതായിരിക്കുന്നു. അത്രയും വലുതായിട്ടുള്ള ഒരു സദസ്സിൽ അത്രയും മഹത്തായിരിക്കുന്ന ഒരു വിഷയമാണ് ഗാർഗി യാജ്ഞവൽക്യ സംഭാഷണത്തിൽ കൂടി നമുക്ക് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ആദ്യം അത് പറഞ്ഞു കൊടുക്കാതിരുന്നതിൻ്റെ കാര്യം ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ദേശത്തിനെ പറ്റി കാലത്തിനെ പറ്റി ദേശകാലാവധിഭ്യാം എന്നല്ലേ നമ്മൾ ഇതിൽ കേൾക്കുന്നത്. അപ്പോൾ ദേശവും കാലവും അതിനും അതീതമായിരിക്കുന്ന ആ പരമമായ സത്യത്തെ അതാണ് ഭാരതീയ ഋഷിമാർ കണ്ടുപിടിച്ച് സ്വന്തമാക്കി അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടുള്ള ആ പരമമായിരിക്കുന്ന ആ സത്യം. അത് കേട്ടതോടുകൂടി ഗാർഗിക്ക് വളരെ തൃപ്തിയായി. ഗാർഗി നമസ്കരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് മറ്റുള്ളവരോടൊക്കെ പറയുന്നു, നിങ്ങൾക്ക് ആർക്കും ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഇനി നിങ്ങളുടെ പാണ്ഡിത്യം തെളിയിക്കാൻ സാധിക്കില്ല. അക്ഷരബ്രഹ്മത്തെ തെറ്റി പറഞ്ഞ് ഉപദേശിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുമ്പിൽ നമുക്ക് ആർക്കും ഇനി നമ്മുടെ പ്രാഗൽഭ്യം തെളിയിപ്പിക്കേണ്ടതില്ല. അദ്ദേഹം തന്നെയാണ് എല്ലാത്തിലും ഇത്. അത് മാത്രമല്ല, അത് പറഞ്ഞിട്ട് ആ അക്ഷരബ്രഹ്മത്തിന്റെ
പണി എന്താണ്? അതെന്താണ് ചെയ്യുന്നത്? ഈ അക്ഷരത്തിന്റെ നിയന്ത്രണത്തിലാണ് സൂര്യനും ചന്ദ്രനും നിലനിൽക്കുന്നത്. ദ്യോവും പൃഥിവിയും മാത്രമല്ല, നിമിഷങ്ങളും മുഹൂർത്തങ്ങളും രാവും പകലും പക്ഷങ്ങളും മാസങ്ങളും വത്സരങ്ങളും ഋതുക്കളും എല്ലാം നിലയ്ക്ക് നിർത്തപ്പെടുന്നത് ഈ അക്ഷരബ്രഹ്മത്താലാണ്. ഈ അക്ഷരത്തിന്റെ ആജ്ഞയാലാണ് കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാട്ടൊഴുകുന്നതുമായ നദികൾ. പെട്ടെന്നൊരു ദിവസം ഗംഗ നിശ്ചയിക്കണില്ല ഞാൻ പടിഞ്ഞാട്ട് ഒഴുകുകയാണെന്ന്, ഒരു ദിവസം വേറൊരു നദി നിശ്ചയിക്കുന്നില്ല ഞാൻ കിഴക്കോട്ട് ഒഴുകുകയെന്ന്. എല്ലാം അതാതിൻ്റെ സ്ഥാനങ്ങളിൽ അതാതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതെല്ലാം ഹിമവാനിൽ നിന്ന് അതാത് ദിക്കുകളിലേക്ക് ഒഴുകുന്നത് ആ അക്ഷരബ്രഹ്മത്തിന്റെ സുപ്രീം കമാൻഡ്. അതാണ് ഇപ്പൊ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് സുപ്രീം കമാൻഡർ ഓഫ് ദിസ് യൂണിവേഴ്സ്. അങ്ങനെ നിൽക്കുന്നതാണ് അല്ലയോ ഗാർഗി. ഈ അക്ഷരത്തിന്റെ പ്രശാസനത്തിലാണ് ദാനികളായ മനുഷ്യരെ നമ്മൾ പ്രശംസിക്കുന്നതും യജമാനനെ ദേവന്മാരും ദർവീഹോമത്തെ പിതൃക്കളും എല്ലാം അനുഗതമായിരിക്കും. ഇങ്ങനെയൊക്കെ അതിൻ്റെ ആ മഹത്തായിരിക്കുന്ന അക്ഷരബ്രഹ്മത്തിനെ പറ്റി പറഞ്ഞു. സൂര്യചന്ദ്രന്മാർ വിശേഷ രൂപം ധരിച്ച് എങ്ങനെയാണ് നമ്മുടെ കാലങ്ങളെയൊക്കെ കൊണ്ടു നടക്കുന്നത് അതെല്ലാം പറഞ്ഞു കൊടുത്തു. ഈ അക്ഷരം ദൃഷ്ടി വിഷയമല്ല, ദ്രഷ്ടാവാണ്. ശ്രവണ വിഷയമല്ല, ശ്രോതാവാണ്. നിശ്ചയമായും ഈ അക്ഷരത്തിൽ തന്നെയാണ് ആകാശം ഓതപ്രോതമായിരിക്കുന്നത്. ഓരോ വാക്യവും ഉച്ചരിക്കുന്ന ഗാർഗിയെ നോക്കിയിട്ടാണ്. അപ്പോ എത്രത്തോളം ആ സഭയിൽ അദ്ദേഹത്തിന്റെ അറ്റൻഷനെ പിടിച്ചു പറ്റാൻ തക്കവണ്ണമുള്ള പാണ്ഡിത്യവും അറിവും എല്ലാം ഗാർഗിക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ പ്രശ്നം അതാണ്. ഇങ്ങനെയുള്ള ഒരു പണ്ഡിത സദസ്സിൽ വന്ന ഒരു ഗാർഗിയായിട്ട് മാറാനുള്ള കഴിവ് നമുക്ക് ഈശ്വരൻ തന്നെ അനുഗ്രഹിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു മകൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വലിയ 1000 വാട്ട് ബൾബ് വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു സോളാർ ലാമ്പ് വെച്ചുകൊണ്ടിരുന്ന ഏത് സമയത്തും നിങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം തരുന്നു എന്ന് പറഞ്ഞാല് എന്തായിരിക്കും ആ വീടിന്റെ മഹത്വം? അപ്പൊ അങ്ങനെയായിരുന്നു ഗാർഗിയെ മാതിരിയുള്ളൊരു മകളെ കിട്ടിയതായിട്ടുള്ള ആ ഋഷികുലത്തിന്റെ ഒരു സൗഭാഗ്യം എന്ന് തന്നെ പറയണം. ബ്രഹ്മത്തെക്കുറിച്ച് അറിയാനും ഉൾക്കൊള്ളാനുമുള്ള ബുദ്ധികൂർമ്മതയും ധ്യാനശക്തിയും ഗാർഗിക്ക് ലഭ്യമായിരുന്നു. താൻ സാക്ഷാത്കരിച്ച സത്യത്തിന്റെ വെളിപാട് മഹർഷിശ്രേഷ്ഠനായ യാജ്ഞവൽക്യന്റെ വചസ്സുകളോടെ ലോകർക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ് അവരുടെ ഉദ്ദേശം. സദസ്സിലുള്ളവർക്ക് ആർക്കും ബ്രഹ്മവിഷയമായ വാദത്തിൽ യാജ്ഞവൽക്യനെ ജയിക്കാനാവുകയില്ല എന്ന് ഗാർഗിയാണ് ഈ വലിയ പണ്ഡിത സദസ്സിന്റെ മുമ്പില് തെളിയിപ്പിച്ചത്. 1000 ആണ്ടുകൾക്ക് മുമ്പ് ഗാർഗിയെ പോലെ പ്രതിഭാശാലിനിയായ ഒരു ബ്രഹ്മവാദിനിയെ സൃഷ്ടിച്ച ഭാരതം പിന്നീട് എന്തുകൊണ്ട് കുലസ്ത്രീകൾക്ക് അധ്യാത്മജ്ഞാനം ആവശ്യമില്ല എന്ന അവസ്ഥയിലേക്ക് അധപ്പതിച്ചു? ആ തെറ്റിനെ തിരുത്തിയാൽ മാത്രമേ ഇന്ന് നമുക്ക് നമ്മുടെ സമുദായത്തിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങളെ നമുക്ക് നിഷ്കാസനം ചെയ്യാനായിട്ട് സാധിക്കൂ. അതാണ് നമ്മുടെ പോയിന്റ്. നമ്മുടെ കുട്ടികളെ വെറുതെ ഒരു BSc, ഒരു BCom, ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ ഏതെങ്കിലും ശ്രദ്ധയോടുകൂടി അവരെ ആഴത്തില് ഇറങ്ങിപ്പോകാനും അതിൽ നിന്ന് വികസിച്ച് അനന്തമായ വികാസവും സാധ്യതകളും നേടിയെടുക്കാനും പറ്റുന്നതായിട്ടുള്ള കഴിവുകള് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല? ഞാൻ കൊടുങ്ങല്ലൂരില് ഒരു സംസ്കൃത ഗുരുകുലം പെൺകുട്ടികൾക്ക് വേണ്ടി സ്ഥാപിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വിചാരമായിരുന്നു, ഏതെങ്കിലും നല്ല കുട്ടികള് സംസ്കൃതത്തിൽ ഇങ്ങനെ ആണ്ട് പോയി ഇങ്ങനെയുള്ള ഒരു പുതിയ ഗാർഗിയായിട്ട് രൂപം കൊള്ളുന്നത് കാണാൻ സാധിക്കുമോ എന്ന്. സാധിച്ചില്ല. അത് പോട്ടെ. അപ്പോ ആ നിങ്ങള് സദസ്സ് മനസ്സിലാക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അറിവിന്റെ ഇപ്പൊ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി കോളേജിൽ പോയി കൊണ്ടുവരുന്ന അറിവല്ല, അതൊക്കെ വിവരക്കേടുകളാണ്. ആ വിവരങ്ങൾ കിട്ടിയോണ്ട് അവർക്ക് യാതൊരു ലാഭവും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ആ വിവരക്കേടിൽ നിന്നും മാറ്റി നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിച്ചേ മനസ്സിലാവും. നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങൾ വളരെയധികം ശുദ്ധീകരമാകേണ്ടതുണ്ട്. നമ്മൾ തന്നെ എപ്പോഴാ അറിവ് വരിക? പവിത്രത. ഒരാളുടെ മനസ്സിൽ പവിത്രതയുണ്ടെങ്കിൽ മാത്രമേ ഈ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന അറിവ് പുറത്തേക്ക് വരികയുള്ളൂ.
ചിദഗ്നികുണ്ട സംഭൂത. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ദേവകാര്യ സമുദ്യതകളായിട്ട് മാറ്റുന്നത്. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നമുക്ക് ഓരോ ദൗത്യം തന്നിട്ടുണ്ട്. ആ ദൗത്യം എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ യജ്ഞദാന തപസ്സുകളിൽ കൂടി മാത്രമേ, സത്യധർമാദികളെ ജീവിതത്തിന്റെ ഭാഗമാക്കി യജ്ഞദാന തപസ്സിൽ കൂടി ഉള്ളിലേക്ക് പോയി തെരഞ്ഞെങ്കിൽ മാത്രമേ ഈ മുത്തുകളെ നമുക്ക് കിട്ടുകയുള്ളൂ. അതിനെ കണ്ടുപിടിക്കാനുള്ള ഒരു വൈഭവം ഇന്ന് നമ്മുടെ കുട്ടികളിൽ ഒന്നും കാണാനില്ല എന്നുള്ളത് എന്തിനെയാണ് കാണിക്കുന്നത്? കുട്ടികളെ മാത്രം വഴി പറഞ്ഞാൽ പോരാ, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതായിട്ടുള്ള അമ്മയച്ഛന്മാരും കുടുംബവും എല്ലാം അതിൻ്റെ കാരണക്കാരാണ്. ഇനി നമ്മള് ഗാർഗിയുടെ ജ്യേഷ്ഠപുത്രിയും വേറൊരു ബ്രഹ്മവാദിനി. ഇപ്പൊ നേരത്തെ അറിവിന്റെ തലങ്ങള് ഗാർഗി കൊണ്ടുവന്നത് കാണിച്ചു. ഇനി നമ്മള് സ്നേഹത്തിന്റെ തലങ്ങളിലേക്ക് പോവുകയാണ്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാല് അവളുടെ പ്രത്യേകത എന്താ? അവൾക്ക് സ്നേഹിക്കാൻ കഴിയും എന്നുള്ളത്. ആ സ്നേഹത്തിനെ നമ്മൾ എങ്ങനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അതിനെ എങ്ങനെ സദുപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന് നമുക്ക് അനന്തമായിരിക്കുന്ന സാധ്യതകളെ കൈവരിക്കാം എന്നുള്ളതിന്റെ കഥയാണ് മൈത്രേയിയുടെ കഥയിൽ കൂടി നമ്മൾ കാണുന്നത്. ഗാർഗിയുടെ ജ്യേഷ്ഠപുത്രിയായിരുന്നു മൈത്രേയി. അവൾക്ക് കുട്ടിക്കാലം മുതൽക്ക് തന്നെ ലൗകികമായിട്ടുള്ള സ്ത്രൈണ വിഷയങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ല. അവൾക്ക് കൂടുതൽ പഠിക്കണം തന്നെയായിരുന്നു. അങ്ങനെ പഠിച്ച് അവൾക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കാർത്തിയായനി എന്ന് പറഞ്ഞ്. ആ കാർത്തിയായനിയുടെ ഭർത്താവായിരുന്നു യാജ്ഞവൽക്യൻ. യാജ്ഞവൽക്യന്റെ അടുത്ത് പോയി കണ്ടപ്പോൾ അദ്ദേഹം വലിയ പണ്ഡിതനാണെന്ന് മനസ്സിലാക്കി. സമയം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്ന് അദ്ദേഹത്തിന്റെ സത്സംഗങ്ങളും പ്രഭാഷണങ്ങളും ഇങ്ങനെ കേട്ടിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ കാർത്തിയായനിക്ക് തോന്നി, നീ ഇങ്ങനെ എപ്പോഴും എൻ്റെ അടുത്ത് വരിക, എൻ്റെ അടുത്തല്ല, ചെന്നിരിക്കുന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അടുത്താണ്. നാട്ടുകാരെല്ലാം വല്ലതും പറയാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. എൻ്റെ ഭർത്താവിനോട് നിന്നെ കൂടി ഭാര്യയായിട്ട് സ്വീകരിക്കാൻ ഞാൻ പറയുന്നു. എന്തൊരു മനസ്ഥിതിയാണ് നോക്കൂ. തൻ്റെ ശിഷ്യയ്ക്ക് ഭർത്താവിൽ നിന്ന്, അവൾക്കറിയാം ഭർത്താവിൽ നിന്ന് ഒന്നും അവൾ എടുക്കാൻ പോണില്ല ഈ അറിവല്ലാതെ. അപ്പോ അദ്ദേഹത്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണോ. അങ്ങനെ കൂടെ ഇരുന്ന് ഒരു ഭാഗത്ത് കാർത്തിയായനിയുടെ ഗൃഹ ജോലികളിലെല്ലാം സഹായിക്കും, കുട്ടികളെ വളർത്തുന്നതിലുമെല്ലാം. സമയം കിട്ടിയാൽ മുഴുവനും യാജ്ഞവൽക്യന്റെ അടുത്ത് പോയിരുന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും എല്ലാം കേൾക്കും. അങ്ങനെ എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു സത്യകാംക്ഷ അവളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വേദാധ്യയനത്തിലും ആധ്യാത്മിക തത്വജിജ്ഞാസയിലും എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു ആഗ്രഹം അവളിൽ ജനിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം യാജ്ഞവൽക്യൻ പറയണു, ഞാൻ അതൊക്കെ വിട്ടിട്ട് പോവാണ്. എൻ്റെ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് ഞാൻ ഭാഗിക്കണു. കാർത്തിയായനി, നിനക്ക് ഈ പറമ്പും ഈ വീടും ഈ മൃഗങ്ങളെല്ലാം നിനക്കുള്ളതാണ്. മൈത്രേയി, ഈ പറമ്പും ഈ വീടും ഈ പശുക്കളുമെല്ലാം നിന്റേതാണ്. ഈ ബാങ്ക് ഡെപ്പോസിറ്റ് നിനക്കാണ്, ആ ബാങ്ക് ഡെപ്പോസിറ്റ് നിനക്കാണ്. ഇങ്ങനെ തൻ്റെ സ്വത്തിനെ മുഴുവനും ഭാഗിച്ചു കൊടുത്തു. കാർത്തിയായനിക്ക് സന്തോഷമായി. കുഴപ്പമൊന്നുമില്ല, മക്കളെ വെച്ച് എവിടെയെങ്കിലും പോയി സ്വൈരായിട്ട് താമസിക്കാമല്ലോ. ഈ താടിക്കാരൻ്റെ കൂടെ ഇരുന്നിട്ട് വലിയ വെച്ചൊന്നും ഉണ്ടായില്ല. എന്നാൽ ഞാൻ മക്കളെയാന്ന് വിചാരിച്ച് സന്തോഷിച്ചപ്പോൾ മൈത്രേയി പറഞ്ഞു, എനിക്ക് ഇതൊന്നും വേണ്ട. എനിക്ക് നിങ്ങളുടെ പണ്ടവും പണവും ഒന്നും എനിക്ക് ആവശ്യമില്ല. അമൃതത്തിൻ്റെ ആ അറിവ് തരുന്നത് എന്തോ അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ഇതൊന്നും എനിക്ക് ആവശ്യമേ ഇല്ല എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി മഹർഷിക്ക്. സ്വതസിദ്ധമായ വാസനയാലും മഹർഷിയുടെ ഭാര്യയായി ലഭിച്ച നിരന്തര സത്സംഗത്താലും മൈത്രേയിയിൽ എന്തെന്നില്ലാത്ത ബ്രഹ്മജിജ്ഞാസയും ഭോഗവൈമുഖ്യവും വളർന്നു കഴിഞ്ഞിരുന്നു. പരമസത്യം ഉൾക്കൊള്ളാനുള്ള ബുദ്ധികൂർമ്മതയും മാനസിക സന്നദ്ധതയും മഹർഷിയെ അതീവ സന്തുഷ്ടനാക്കി. തനിക്ക് ലോകത്തിന് നൽകാനുള്ള ആത്മജ്ഞാനം ഉൾക്കൊള്ളാൻ പറ്റിയ ഭാജനമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് മഹർഷി ഇനി നമ്മള് സ്നേഹം എന്ന് പറഞ്ഞ് അർത്ഥം മനസ്സിലാകാതെ അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന ഒരു വികാരം, അതിനെ എങ്ങനെയാണ് അങ്ങേയറ്റത്തോളം പവിത്രീകരിച്ച് വികസിപ്പിച്ചെടുത്ത് അധ്യാത്മജ്ഞാനമായിട്ട് ഉയർത്തുന്നത് എന്നതിൻ്റെ അതിമനോഹരമായ ഒരു സീക്വൻഷ്യൽ എക്സ്പ്ലനേഷനാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ പറയാണ്, അപ്പോൾ ഇത് ചോദിച്ചു, മൈത്രേയി,
എനിക്ക് എപ്പോഴും പ്രിയയായിരുന്ന നീ അതുപോലെ തന്നെ ഇപ്പോഴും നീ പ്രിയമായതിനെ തന്നെ പറയുന്നു. വരൂ, അടുത്തിരിക്കൂ. നീ എന്നോട് ചോദിച്ചതിനെ പറ്റി ഇപ്പോൾ ഞാൻ വ്യാഖ്യാനിച്ചു തരാം. നീ ശ്രദ്ധയോടെ ശ്രവിച്ച് നിധിധ്യാസം ചെയ്ത് അതിലെ പൊരുൾ ദർശിക്കൂ. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഇതിൽ ഓരോ ശ്ലോകം കേൾക്കുമ്പോഴും നമുക്കതിൻ്റെ പുറംതോടും അകംതോടും ഒക്കെ വ്യത്യാസമാണ്. പുറത്ത് നിന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതെന്താ അത്, ഇത്ര പറയാൻ എന്തിരിക്കണോ ചോദിക്കും. പക്ഷേ അകത്തേക്ക് പോകും തോറുമാണ് അതിൻ്റെ ആ മനോഹാരിതയും അതിൻ്റെ അഗാധതയും എല്ലാം നമുക്ക് മനസ്സിലാകുക. സഹോവാച, യാജ്ഞവൽക്യൻ പറയാൻ തുടങ്ങുകയാണ്. നവാ അരേ പത്യുകാമായ പതിഹി പ്രിയോ ഭവതി ആത്മനസ്തു കാമായ പതിപ്രിയോ ഭവതി. നവാ അരേ ജായായേ കാമായ ജായാ പ്രിയാ ഭവതി ആത്മനസ്തു കാമായ ജായാ പ്രിയാ ഭവതി. നവാ അരേ പുത്രാണാം കാമായ പുത്രാ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ പുത്രാ പ്രിയാ ഭവന്തി. ഇങ്ങനെ ഭർത്താവ്, ഭാര്യ, പുത്രന്മാര്, വിത്തം, ബ്രഹ്മ, ക്ഷത്രിയ, ക്ഷാത്രം, ലോകം, ദേവന്മാര്, എല്ലാ ഭൂതങ്ങളും, ദ്രവ്യങ്ങള്, ഇതിനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ട് പറയുകയാണ്. ഇതെല്ലാം നമുക്ക് പ്രിയമായി ഇരിക്കുന്നത് അതുകൊണ്ടല്ല, നമ്മുടെ ആത്മാവിൻ്റെ സ്വഭാവം കൊണ്ടാണ്. ആത്മാവിനെയാണ് അറിയേണ്ടത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. വെറും കാമത്തിനു വേണ്ടിയല്ല ഭർത്താവ് പ്രിയനായിരിക്കുന്നത്, ആത്മാവിൻ്റെ കാമത്തിന് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. വെറും കാമത്തിന് വേണ്ടിയല്ല ഭർത്താവ് പ്രിയനായിരിക്കുന്നത്, ആത്മാവിൻ്റെ കാമത്തിന് വേണ്ടിയിട്ടാണ്. ഭാര്യയുടെ കാമത്തിനായിട്ടല്ല ഭാര്യ പ്രിയയായിരിക്കുന്നത്, ആത്മാവിൻ്റെ കാമത്തിനായിട്ടാണ്. ഇപ്രകാരം പുത്രന്മാരുടെ, ധനത്തിന്റെ, ബ്രാഹ്മണന്റെ, ക്ഷത്രിയന്റെ, ലോകങ്ങളുടെ, ദേവന്മാരുടെ, ജീവികളുടെ സർവത്തിൻ്റെയും കാമത്തിനായിട്ടല്ല, ആത്മാവിൻ്റെ കാമത്തിനായിട്ടാണ് അവ ഓരോന്നും പ്രിയമായിരിക്കുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് മൈത്രേയി, ആത്മാവാകുന്നു ദർശിക്കപ്പെടേണ്ടതും ശ്രവിക്കപ്പെടേണ്ടതും മനനം ചെയ്യേണ്ടതും ധ്യാനിക്കപ്പെടേണ്ടതും. ആത്മാവിൻ്റെ തന്നെ ദർശനം കൊണ്ട്, ശ്രവണം കൊണ്ട്, മനനം കൊണ്ട്, വിജ്ഞാനം കൊണ്ട് ഇതെല്ലാം അറിയപ്പെട്ടതായി തീരണം. തീക്ഷവും തീവ്രവും ആത്മാവിൻ്റെ അഗാധതകളേക്ക് വേരൂന്യതുമായ ഏത് കാമവും ഇച്ഛയും മുൻപറയപ്പെട്ട ലൗകികമായ പ്രയോജനങ്ങളിൽ ഉൾക്കൊള്ളുന്നില്ല, ഒതുങ്ങുന്നില്ല. നമുക്ക് കേട്ട ഒന്നും മനസ്സിലാവണില്ല അല്ലേ? ശ്രവണം, മനനം, അതുകൊണ്ടാണ് പറയുന്നത് നിധിധ്യാസം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വലിയ അറിവ് കൊടുക്കുന്നത്. ശ്രവണം, മനനം, നിധിധ്യാസം എന്നിവ മൂന്നും ചേർന്നതാണ് ആത്മദർശനത്തിനുള്ള ഗതി അല്ലെങ്കിൽ ഉപാസന. ഇതിലോരോന്നും വളരെ മുഖ്യമേറിയതാണ്. ശ്രവണം എന്നാൽ ആത്മോപദേശത്തെ പൂർണ്ണ ശ്രദ്ധയോടെ ആത്മാവിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് കേൾക്കുന്നത്. ഒരു ഭാഗത്ത് നമ്മൾ TV ഓൺ ചെയ്യും, ഈ ഭാഗത്ത് റേഡിയോ ഓൺ ചെയ്യും, ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് പഠിക്കും. കമ്പ്യൂട്ടറിൽ എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടാക്കുന്ന അറിവാണ് ഇപ്പം നമ്മുടെ അറിവ്. ഇവിടെ പറയണ കേട്ടോ, പൂർണ്ണ ശ്രദ്ധയോടെ ആത്മാവിനെ മാത്രം. അപ്പോൾ അതാണ് ചിലപ്പോൾ നമ്മൾ കണ്ണടച്ചുകൊണ്ട്, ചിലപ്പോൾ നമ്മൾ നല്ല മ്യൂസിക്കൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് കണ്ണടയ്ക്കാൻ തോന്നും. എന്താ വെച്ചാൽ മറ്റു യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഇങ്ങനെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി പറഞ്ഞയക്കാനിട്ട്. മനനം എന്നാൽ മനസ്സ്, മനോവൃത്തികൾ കൂടാതെ, ഇന്ദ്രിയങ്ങളുടെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ ലയരൂപത്തിൽ പ്രാണനിലേക്ക് ഉയരുന്നത്. അതാണ് മനനം കൊണ്ട് നേടേണ്ടത്. നിധിധ്യാസം എന്നാൽ ബ്രഹ്മവുമായി ഐക്യമെത്തിയ നിൽപ്പ്, ദർശനം എന്ന് പറയാം. അതായത് അന്യമായി ഒന്നും ദർശിക്കാത്ത നിലയിൽ എത്തുന്നതാണ് ആ ദർശനം. ആത്മാവിനെ പറ്റി പല ഉദാഹരണങ്ങളിലൂടെയും വിവരിച്ച് മഹർഷി അവസാനം
ശ്രീരാമകൃഷ്ണദേവൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള അതേ ഉദാഹരണം എടുത്ത് പറയുകയാണ്. ഉപ്പുകട്ട വെള്ളത്തിലിട്ടാൽ അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നു, അതിനെ ജലത്തിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയുകയില്ല. ആ ജലം ഏതു ഭാഗത്തു നിന്ന് രുചിച്ചു നോക്കിയാലും ഉപ്പുരസമുള്ളതായി തന്നെ ഇരിക്കും. ഇപ്രകാരം മഹദ്ഭൂതമായിട്ടുള്ള ഈ ആത്മാവ് അനന്തമാണ്, അപാരമാണ്, വിജ്ഞാനഘനമാണ്. എല്ലാ ഭൂതങ്ങളും ആത്മാവിൽ നിന്ന് ഉത്ഭവിച്ച് ആത്മാവിൽ തന്നെ ലയിക്കുന്നു. ഇങ്ങനെ ലയിച്ച ശേഷം അന്യമായി ഒരു സംജ്ഞയില്ല. അവിടെയാണ് ഈ ഉപ്പ് വെള്ളാക്കത്തെ പിന്നെ അതിന് ഉപ്പുവാവെ കാണാനില്ല, പിന്നെ ഉപ്പും കട്ടയെ കാണാനില്ല. അതേമാതിരി നമ്മുടെ ധ്യാനത്തിൽ കൂടി എൻ്റെ ഈ ആത്മാവ് തന്നെയാണ് ഈ പ്രപഞ്ചമായി തീർന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഭാവത്തിലേക്ക് ഉയർന്നാൻ കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെയാണ് ശാരദാദേവി നോബഡി ഈസ് എ സ്ട്രേഞ്ചർ ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ ലോകത്തിൽ നിനക്ക് അന്യനായിട്ട് ആരും ഉണ്ടാകരുത്. അതാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഈ ആത്മാവിനെ നിധിധ്യാസം ചെയ്യാൻ പഠിക്കും തോറും അന്യമായിട്ട് യാതൊന്നുമില്ല. ഒരു ചെറിയ പ്രാണിയെ പോലും അന്യമായി കാണാൻ പറ്റില്ല. അപ്പൊ എന്തായി? പ്രകൃതിയെ നമുക്ക് ഉപദ്രവിക്കാൻ കഴിയില്ല. നമ്മുടെ ചുറ്റുപാടുള്ളവരെ ആരിലും കുറ്റങ്ങൾ കാണാതിരിക്കുവാൻ, ആരോടും നീചവാക്കോതിടായവൻ, ആ ഒരു സ്ഥിതിയിലേക്ക്, അതാണ് ശാരദാദേവിയുടെ. അവിടെയാണ് ഞാൻ ശാരദാദേവിയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ മൈത്രേയിക്ക് കിട്ടിയതായിട്ടുള്ള ആ ലിങ്കേജ്, അത് ശാരദാദേവിക്കുണ്ടായിരുന്നു. എപ്പോഴാണോ ദേവിയുടെ ഷോഡശി പൂജ ചെയ്ത് ദേവിയെ ആ നിലയ്ക്ക് ഉയർത്തിയത്, ആ സമയത്ത് അമ്മ ആത്മാവിൽ സ്ഥിതി ചെയ്യാനായിട്ട് പഠിച്ചു. അമ്മയ്ക്ക് ആത്മാവല്ലാതെ ശ്രീരാമകൃഷ്ണനും ദേവിയും ഒരേ ആത്മസ്വരൂപമാണെന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഭവതാരിണി ദേവിയും നീയും ഒരേ സ്വരൂപമാണെന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ ആത്മാവിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പിന്നെ ലോകത്തിനെ നോക്കുമ്പോൾ ലോകത്തില് അന്യമായിട്ട് ആരുമില്ല. നമ്മൾ പറയും, മലയാളത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആത്മാർത്ഥമായിട്ട്. പക്ഷെ നമ്മുടെ ആത്മാർത്ഥമായിട്ട് നമുക്ക് അതിന്റെ അർത്ഥം പോലും അറിയില്ല. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നിന്റെ ആത്മാവിനെ കാണുന്ന മാതിരി, കണ്ണാടിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രതിഫലം വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി, അങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് എന്നെ തന്നെ കണ്ടിട്ട് ഞാൻ ആനന്ദിക്കുന്നത് മാതിരി നിന്നെ തന്നെ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും കണ്ട് ആനന്ദിക്കൂ. നീ തന്നെയാണ് നിന്റെ എല്ലാം എല്ലാം എല്ലാമായി തീർന്നിരിക്കുന്നത്. നീയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വേറെ യാതൊന്നുമില്ല എന്നുള്ള ആ അറിവാണ് മൈത്രേയിക്ക് യാജ്ഞവൽക്യൻ കൊടുക്കുന്നത്. ഈ തീഷ്ണവും തീവ്രവും ആത്മാവിന്റെ അഗാധതകളേക്ക് വേരൂന്നിയതുമായ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഏതൊരു ഇച്ഛയും മുൻ പറയപ്പെട്ട ലൗകിക പ്രയോജനങ്ങളിൽ ഒതുങ്ങുന്നതല്ല. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം, എനിക്കെന്താ കിട്ടുക? അപ്പൊ എന്തായി? നിഷ്കാമ ഭക്തി, നിഷ്കാമ കർമ്മം, അതെല്ലാം അവിടേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായിട്ട്. ആത്മാർത്ഥം എന്ന് നമ്മൾ അർത്ഥവ്യാപ്തി ആലോചിക്കാതെ പറയുന്ന ആ സാധാരണമായ വാക്കിന്റെ അർത്ഥത്തിൽ ഈ തത്വമാണ് ഒളിഞ്ഞിരിക്കുന്നത്. ആത്മാർത്ഥമായ ഏത് ഇച്ഛയും ആത്മാവിന് വേണ്ടിയിട്ടുള്ളതാണ്. അഗാധ തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ആത്മാവിന് വേണ്ടി എന്ന് വെച്ചാലോ ലൗകികവും ഭൗതികവുമായ പ്രയോജന ചിന്ത കൂടാതെ എനിക്കെന്താ കിട്ടുക, എനിക്കൊരു പ്രൊമോഷൻ കിട്ടുമോ, അപ്പൊ എന്തായി? ഒരു തരത്തിലുള്ള കൈക്കൂലികളും ഒരു തരത്തിലുള്ള ബിനാമികളും ഒരു തരത്തിലുള്ള ഡിമോണിറ്റൈസേഷനും ഒന്നും വേണ്ടി വരില്ല അവിടെ. കാരണം ഞാൻ എൻ്റെ ആത്മാവിനെയാണ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും കാണുന്നത്. അക്കാര്യം കൂടുതൽ വ്യക്തമാക്കാൻ ഉപദേശിക്കുന്നു. കൂടുതൽ വ്യക്തമാകുന്നത് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വ്യതിരിക്തമായ നിദർശനങ്ങളിൽ നിന്നാണ്. ദേവന്മാർ, മനുഷ്യ സമുദായങ്ങൾ, ജീവികൾ എന്നു വേണ്ട സർവവും അത്തരത്തിലുള്ള മമതാ വികാരത്തിന്റെ പ്രവർത്തന മണ്ഡലം വ്യാപിക്കുമ്പോൾ അതിലുള്ളത് പ്രയോജന ചിന്തയേക്കാളേറെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആത്മാവിന് ലഭിക്കുന്ന സംതൃപ്തിയാണ്. ഇപ്പൊ സംഘജനനിയായിരുന്നു ശാരദാദേവി. അവർക്ക് എന്താ അതുകൊണ്ട് ലാഭം ഉണ്ടായേ? അവരെ കൊണ്ടുപോയി സിംഹാസനത്തിലിരുത്തി പൂജിച്ചാരാധിച്ചതൊന്നല്ല. ആ കൊടുക്കുക എന്നുള്ളതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു സംതൃപ്തി ആത്മാവിന് ലഭിക്കുന്ന സംതൃപ്തിയാണ്. ഈ സംതൃപ്തിയുടെ സ്വഭാവമാകട്ടെ കൊടുക്കണം 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 എന്നുള്ള വാഞ്ചയാണ്.
ഉപനിഷത്തുകൾ സർവഭൂതൈക്യ ബോധമെന്ന് വിശേഷിപ്പിക്കുന്നത് ഈശാവാസ്യമിതം സർവം എന്നെല്ലാം പറയുമ്പോൾ ഇതിനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഏകീഭൂത തത്വത്തെയാണ് സമസ്ത ജീവികളോടുമുള്ള സ്നേഹം കൊണ്ട് തൻ്റെതായി എല്ലാം ത്യജിച്ച ബുദ്ധൻ അവയെ സ്നേഹിച്ചതുകൊണ്ട് ആണ് സത്യസാക്ഷാത്കാരം ലഭിച്ചത്. ആത്മാവിൻ്റെ ഇച്ഛയാണ്. തന്നെ മറന്ന് എന്തിനെയെങ്കിലും ആരെയെങ്കിലും സ്നേഹിക്കുന്ന വ്യക്തിയുടെ അന്തരാത്മാവിൻ്റെ ഇച്ഛയാണ് സാക്ഷാത്കൃതമാകുന്നത്. സ്വയം മറന്ന് ആരെ സ്നേഹിക്കുമ്പോഴും അന്തരാത്മാവ് ധന്യമാകുന്നു. നമുക്ക് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ തോന്നുമ്പോൾ എന്തോ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ധന്യത തോന്നുക, എന്തെന്നില്ലാത്തൊരു സന്തോഷം മനസ്സിന് തോന്നുക. കാരണം ആത്മാവ് സന്തോഷമാകുന്നുണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് നിർമ്മലാനന്ദഗിരി സ്വാമി ഞങ്ങളോട് പറയും, നല്ലൊരു മാമ്പഴമൊക്കെ തിന്നാൽ അത് വേണ്ട മാതിരി കുഴിച്ചിട്ട് അതിൽ നിന്ന് വേറൊരു മാവ് ഉണ്ടാക്കണം. അപ്പോൾ ആ മാവിൻ്റെ അന്തരാത്മാവിന് സന്തോഷം തോന്നി നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് അദ്ദേഹം പറയും. മറക്കാൻ വയ്യാത്തതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ആ അന്തരാത്മാവിന് സന്തോഷം തരുന്ന മാതിരി എന്നിൽ നിന്ന് ഇത് കേട്ടിരുന്ന ആളെ എന്നിൽ നിന്ന് വ്യത്യസ്തനല്ല, എൻ്റെ ആത്മാവിൻ്റെ ഭാഗമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ തോന്നണം. ആ ധന്യത ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതായാലും മറിച്ചായാലും, അമ്മ മക്കളെയായാലും മറിച്ചായാലും, സമസ്ത ജീവികളെയായാലും ഒരേപോലെയാണ് ആ ധന്യത അനുഭവിക്കുന്നത്. ആ ധന്യതയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ മഹർഷിമാര് ലോകാ സമസ്ത സുഖിനോ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ. വിവേകാനന്ദ സ്വാമി ഷിക്കാഗോയിൽ നിന്ന് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് വിളിച്ച സമയത്ത് അവിടെ എല്ലാവർക്കും തോന്നിയത് ഞങ്ങളുടെ ആത്മസ്വരൂപമാണ് ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോ അത്ര മഹത്തായിരിക്കുന്ന ഒരു ചിന്തയെയാണ് ഈ മൈത്രേയി യാജ്ഞവൽക്യ സംഭാഷണത്തിൽ കൂടി സ്നേഹത്തിന് നമുക്കാർക്കും ചിന്തിക്കാൻ വയ്യാത്തതായിട്ടുള്ള തലങ്ങളില്, നമ്മളെ ശാരീരിക തലത്തില്, മാനസിക തലത്തില്, ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരും. പക്ഷേ ആത്മാവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ അറിയുകയില്ല. അതുകൊണ്ട് ആ ഒരു നിലയിലുള്ള ഒരു സ്നേഹത്തിനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ബ്രഹ്മവും ക്ഷേത്രവും ലോകങ്ങളും ദേവന്മാരും ഭൂതങ്ങളും ഈ കാണുന്ന സർവവും ആത്മാവ് തന്നെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം തന്നെ. ഇത് മൈത്രേയിയിൽ ഉന്നിദ്രമാക്കാനാണ് യാജ്ഞവൽക്യൻ ലളിതമായ കാമങ്ങളിൽ നിന്ന് ഭർത്താവ് ഭാര്യ എന്നുള്ളതിൽ കൂടി ഉയർത്തി 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 കൊണ്ടുവന്നത്. അങ്ങനെയുള്ള വിശ്വസ്നേഹത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. അങ്ങനെ സർവചരാചരങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നത് ആത്മാവാണെന്ന് തെളിയിച്ചു കൊടുത്ത് സർവഭൂത ഹൃദയനായ മുനിയെ നാം നമസ്കരിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ശുഗൻ്റേത്. അപ്പോൾ ആ നിലയിലേക്ക് ശുഗനെ എത്തിച്ച വ്യാസഭഗവാന് നമസ്കാരം. അങ്ങനെയുള്ള എത്രയോ എത്രയോ ഋഷിമാരുടെ സംഭാവനകളാണ് നമ്മളെ ഭാരതീയർ എന്നുള്ളതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. വിവേകാനന്ദ സ്വാമി ഈ ഒരു പ്രത്യേക എപ്പിസോഡിനെ ആസ്പദമാക്കി അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ലെക്ചർ തന്നെയുണ്ട്, യാജ്ഞവൽക്യ ആൻഡ് മൈത്രേയി എന്നുള്ളത്. അതിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, ഓരോ അവസരത്തിലും നമ്മളൊരാളെ കാണുമ്പോൾ ആത്മാവല്ലാതെയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു നല്ല സാരി ഉടുത്തിട്ടുണ്ടല്ലോ, ഇവരെ കാണാൻ കൊള്ളാലോ, ഇവർ നല്ല പണ്ടിട്ടിട്ടുണ്ടല്ലോ, ഇത് അന്ന് ജോയ ലൂക്കാസിൽ കണ്ടതല്ലേ, ഇങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുക. നമ്മൾ ഒരിക്കലും ആത്മസ്വരൂപമായിട്ട് ഒരാളെ കാണാൻ പഠിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് അങ്ങനെ ശീലിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും എപ്പോഴും ഒരു ധന്യതയുണ്ടാകും. അപ്പം എന്തായി? ഒരിക്കലും ക്ഷീണിക്കില്ല, ഒരിക്കലും നമുക്ക് തിന്മയ്ക്ക് നമ്മളോട് അടുക്കാൻ വരില്ല. ഇന്നലെ എന്തോ ബൈ ചാൻസ് ഒരു ചെറിയ ഒരു ഹനുമാന്റെ ഒരു സീരിയൽ കണ്ടപ്പോൾ ഹനുമാൻ രാത്രി ഇങ്ങനെ കാത്തിരിക്കുക ശ്രീരാമനെ ശുശ്രൂഷിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് രാക്ഷസീയ ശക്തികൾ വരുന്നറിയാം. സ്വന്തം വാലോണ്ടൊരു കോട്ട നിർമ്മിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുത്തിക്കുക. അപ്പോൾ പാടുകയാണ് ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം. അപ്പോൾ ഓരോന്നിങ്ങനെ വരികയാണ്. വന്നു കഴിഞ്ഞിട്ടൊക്കെ നിഷ്പ്രഭരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സർവഭൂത ഹൃദയനായിട്ടുള്ള മഹർഷിയെ ചിന്തിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഭാഗവതം തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മഹത്തായിട്ടുള്ള ആ വിശ്വരൂപത്തിലേക്ക് നമുക്കും പ്രവേശിക്കാനുള്ള സാധ്യതകൾ ഈ ഭാഗവത സപ്താഹ സത്രത്തിൽ കൂടി നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എത്രത്തോളം എൻ്റെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചു എന്നറിയില്ല. പക്ഷെ എനിക്ക് ധന്യതയുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതിന്. നമസ്കാരം.